അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارع المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. നാമങ്ങൾ സ്തുതി നാമങ്ങൾ, ഗീതങ്ങൾ സ്തുതി ഗീതങ്ങൾ. അല്ലാ നിനക്കു മാത്രം, അല്ലാ നിന്നോടു മാത്രം, അല്ലാ നിനക്കു മാത്രം, അല്ലാ നിന്നോടു മാത്രം. അല്ലാഹു ലാ ഇലാഹ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കേണം. കൽബ് തുറന്ന് പ്രപഞ്ചത്തിൻ്റെ കലയിൽ ചിന്ത പതിക്കേണം. എണ്ണമില്ലാ ചെറുതാരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം. ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തതു വേറെയുമുണ്ട് ധരിക്കേണം. വാനിൽ പാറത്തിയിടും വിമാനം മേടുത്തോളൂ, അത് കണ്ണകലും തോറും ചെറുതാകും, പിന്നെ ക്രമത്തിൽ കാണാതാകും. എന്നാ ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ, അവയുടെ ദൂരപ്പെരുപ്പം ചെറുപ്പം. പടുപടുകൂറ്റൻ ഗോളങ്ങൾ ആശൂന്യാകാശക്കടലിൽ ഇടതടവില്ലാതങ്ങും ഇങ്ങും നീങ്ങുന്നു. പണ്ട് മുതൽ ഇന്നോളവു വാനിലാഴിയിലോളം വച്ച് കൊണ്ടവ തമ്മിലൊളിച്ച് കളിക്കണ കാണുന്നു. എന്നല്ല ഇനി നാളെ ഖിയാമത്തോളവു മക്കളി നിൽക്കൂല. എല്ലാമേവം കറങ്ങിയിടാഞ്ഞാൽ ഈ ലോകം നിലനിൽക്കൂല. എന്നാലോ അവ ഒന്നും ഒരിക്കലും തമ്മിൽ കൂട്ടിയടിക്കൂല. എന്നും മനോഹരമായ വ്യവസ്ഥയിൽ നിന്നണുവളവും തെറ്റൂല. കാര്യം ശരിക്കുമോർത്താൽ കോരിത്തരിക്കാൻ മാത്രം ഗൗരവമുള്ളൊരു ഭരണവ്യവസ്ഥ ആരിതിൻ പിന്നിലിരുന്ന് സമസ്താഗോള ലക്ഷങ്ങളെയൊന്നായി താളം തെറ്റാതവ നന്നായി ഉന്നത നിലയിൽ രൂപപ്പെടുത്തി എന്നും അടക്കി ഭരിക്കണ ശക്തിയതാരെന്നറിഞ്ഞിട്ടില്ലാത്തൊരു പുൽക്കൊടി പോലും ചിന്തകരാരും ഈ ദുനിയാവിൽ വന്നില്ല. സകല ചരാചരവും
സൃഷ്ടിച്ചുണ്ടാക്കി സംരക്ഷിക്കും ജഗപരിപാലകനാണവനാരും പങ്കില്ല. സല്ല അലൈക്കല്ലാഹ് വസ്സലാം സയ്യിദുനായ ഖൈറൽ വറാ. സമദായ നാഥന്റെ പ്രിയ മെഹബൂബേ, സർവജ്ഞനാഥന്റെ പ്രിയ മെഹബൂബേ. മരുഭൂവിലൊരു മലർക്കുളിർവാനിൽ വിരിച്ച ഗുരുമുത്ത് മുഹമ്മദ് നബിയുള്ളാഹ്. ഇരുളിൻ്റെ യുഗമതിൽ വെളിവിൻ്റെ കിരണങ്ങൾ അരുളിയ നബിയോരിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അകലെയല്ല അടുത്ത്, അകലെയല്ല അടുത്ത്, അടിയാൻ്റെ തൊട്ടടുത്ത് അവനുണ്ടിടക്ക് വേണ്ടാരും സമീപത്ത്. അഹദോനരുളി ചെയ്തിടു നൽകിയിടാം ഇജാബത്ത്. ഖുർആനിൽ നീ അറിയിച്ച നിന്റെ അനുഗ്രഹദാസന്മാരാം തിരുദൂതർ സിദ്ദീഖീങ്ങൾ ശുഹദാ സ്വാലിഹുകൾ എല്ലാം ദുനിയാവിൽ നേടിയ നിഅമത്താണി സന്മാർഗം. ബിസ്മിയും ഹംദും സ്വലാത്തും ബിണ്ടതിയിൽ പിന്നെ ബന്ധുരുകും ചിന്തയിൽ ദുആയിരന്നീടുന്നേ. കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. അളവറ്റ ദയാപരനും കരുണാവാരിധ്യവുമായ സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, അവൻ്റെ കാവൽ, അവൻ്റെ കരുണ, അവൻ്റെ നിഅമത്ത്, അവൻ്റെ ബർക്കത്ത്, അവൻ്റെ നോട്ടം, അതിനാലുള്ള നേട്ടം എല്ലാം നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു നാട്, മേമുണ്ട എന്ന് പറയുന്ന ഒരു പ്രദേശം ഇന്ന് വലിയ സന്തോഷത്തിലാണ്. ചെറിയൊരു സന്തോഷമൊന്നുമല്ല. ഓരോ മനസ്സുകളുടെ ഉള്ളിലും സന്തോഷം വഴിഞ്ഞൊഴുകുന്ന ഏറ്റവും മനോഹരമായ സുന്ദര സുരഭില നിമിഷം എന്ന് പറഞ്ഞാൽ, നമുക്ക് ദീനീ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ മണിമുത്തുകൾ പകർന്നേകിയ, മൊഴിമുത്തുകൾ പകർന്നേകിയ ഏറ്റവും പ്രിയപ്പെട്ടൊരു ഉസ്താദിന്, പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഉസ്താദ് യൂസുഫ് തങ്ങൾക്ക് നമ്മളൊരു ആദരവ് സമർപ്പിക്കുകയാണ്. മാഷാ അല്ലാഹ്, അത് വലിയൊരു സന്തോഷത്തിൻ്റെ വേദിയാണിത്. ചില്ലറ വർഷമൊന്നുമല്ല. ഒരു മനുഷ്യൻ ഒരു പുരുഷായുസ് മുഴുവൻ തൻ്റെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കുരുന്നുകൾക്ക്, ചെറിയ മക്കൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു കൊടുക്കുക, അതും ദീനീ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മനോഹരമായ ശൈലിയിൽ നിന്നുകൊണ്ട്, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരവസ്ഥയിലേക്കെത്തിയ ഈ പ്രദേശത്തെ, ഇന്ന് കാണുന്ന ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ വാർത്തെടുത്ത, നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് ജോലികളിൽ, ഒരുപാട് വലിയ വലിയ സ്ഥാനങ്ങളിൽ വിഹരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ അറിവിൻ്റെ, ദീനീ വിദ്യാഭ്യാസത്തിൻ്റെ അലിഫ് ബാ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യൻ 43 വർഷമായി നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ടവർക്ക് അറിവിൻ്റെ മുത്തുകളേകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന ഒരാദരവ് അത് വലുതാണ്. അത് ഓരോരുത്തരും ഏറ്റെടുത്ത് നാടിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്, ഒരു ലഹരിയാക്കി മാറ്റിയിരിക്കുകയാണ്.
ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുരുന്നു കുട്ടി, ചെറിയൊരു മകൻ, 6 വയസ്സായ ഒരു ചെറിയ മകൻ 20 വയസ്സായ ഒരു വലിയ യുവാവിൻ്റെ ക്രൂര മർദ്ദനത്തിനിരയായ ഒരു കാലഘട്ടം. ലൈംഗികമായി ആ ചെറിയ മകനെ പീഡിപ്പിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു കാലഘട്ടം. മയക്കുമരുന്നിന്റെ, രാസലഹരിയുടെ ഏതൊക്കെ വഴിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ആ വഴിയിലേക്കൊക്കെ ദിനംപ്രതി വാർത്താമാധ്യമങ്ങളിലും പത്രങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട വർത്തമാനങ്ങൾ കണ്ടും കേട്ടും മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടം. ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് 43 വർഷമായി എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേർക്കും, അതിൽ വയസ്സെത്തിയലുണ്ട്, വയസ്സെത്താത്തവരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, ഒരുപാട് പേർക്ക്, ഇപ്പൊ വളർന്നു വരുന്ന മക്കൾക്ക്, യുവാക്കൾക്ക് എല്ലാം പ്രായഭേദ വ്യത്യാസം എന്നെ എല്ലാവർക്കും അറിവ് നുകർന്നു കൊടുത്ത ഒരാൾക്ക് ഏറ്റവും സന്തോഷമേറിയ ഒരു ആദരവ് കൊടുക്കണമെന്ന ഒരു വലിയ ലഹരിയുമായി ഒരു നാട് മുന്നോട്ട് വന്ന ഒരു സമയം. മാഷാ അല്ലാഹ്, രാവിലെ തന്നെ തുടങ്ങിയ പരിപാടികളിൽ വ്യത്യസ്തങ്ങളായ കേരളത്തിലെ തന്നെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, മത, കലാരംഗത്തെ വ്യത്യസ്തരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ നാടിൻ്റെ ഏറ്റവും മനോഹരമായൊരു പരിപാടിയിൽ ഈ ഗ്രാമ്യവിശുദ്ധിയിൽ നിന്നുകൊണ്ട് തൻ്റെ കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ച് ഓരോ സഹോദരിമാരും ഇവിടെ വന്ന്, ഇന്ന് അടുക്കളയിലേക്ക് നിങ്ങൾ പോകണ്ട, ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ് എന്ന് പറഞ്ഞ് സംഘാടകര് അവരെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ പ്രിയപ്പെട്ട യൂസുഫ് തങ്ങൾക്ക്, യൂസുഫ് ഉസ്താദിന് ഒരു ആദരവ് കൊടുക്കുമ്പോൾ ഞങ്ങളും വേണം അതിലെന്ന് മനസ്സിൽ നിയത്ത് വെച്ചുകൊണ്ട് ഇവിടെ എത്തിയ സഹോദരി സഹോദരന്മാര്, അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ നാടിന്റെ ഭൂമികയിൽ അറിവിന്റെ തേൻ നുകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് തൗഫീഖ് ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമുക്കാകെയുള്ളൊരു വെളിച്ചം, ദീനീപരമായി ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഇതുപോലുള്ള മദ്രസ സംവിധാനങ്ങൾ, മഹല്ല് സംവിധാനങ്ങൾ, പള്ളി, ഇതുപോലുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ആകെയുള്ള ഒരു വെളിച്ചം എന്ന് പറയുന്നത്, ഒരു വഴി എന്ന് പറയുന്നത്. ആ വെളിച്ചം കൂടി കെട്ടുപോയാൽ, ദീനിന്റെ ആ വെളിച്ചം കൂടി കെട്ടുപോയാൽ ഈ വിദ്യാഭ്യാസ രംഗത്ത്, ദീനീ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇരുട്ടിലായി പോകുമെന്ന് നമ്മൾക്കൊക്കെ ഏറ്റവും നന്നായി അറിയാം. ആ അറിവിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട യൂസുഫ് ഉസ്താദിന് നമ്മൾ ഒരു ആദരവ് സമ്മാനിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനാണ്, കാരണം നിങ്ങൾ പാട്ടുള്ളത് കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പെണ്ണുങ്ങളൊക്കെ നല്ല ചോറൊക്കെ വേയിച്ച് ഉറക്കിൻ്റെ ഒരു സമയമാണ്, എന്നാലും ഉങ്ങളുണ്ടാകുമ്പോൾ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ അത് നിന്നുപോകും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സമയത്ത് ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി ആ വിളി ഞാൻ കേട്ടത്. എന്തായാലും എല്ലാവരെയും ഞാൻ എൻ്റെ വേദിയിലേക്ക് സഹർഷം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരാളും ഇനി മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകല്ലേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മനോഹരമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചത്. അബൂബക്കർ സാഹിബ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ പ്രിയപ്പെട്ട ഒരു ഗ്രന്ഥകാരനും വാഗ്മിയും ചിന്തകനുമായ ഒരാള്, ഈ നാടിൻ്റെ ഒരു വലിയ അഭിമാനമാണ് എന്നുകൂടി നമുക്ക് പറയാം. അബൂബക്കർ മാഷ്, അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന ഭാഷണം, സദസ്സിലിരിക്കുന്നവരൊക്കെ പ്രഗത്ഭരാണ്, ഈ പരിപാടി ആസ്വദിക്കുന്നത് അതിനേക്കാൾ പ്രഗത്ഭരാണ് എന്ന് എനിക്കറിയാം. ഓരോരുത്തരും വ്യത്യസ്തരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മദ്രസ രംഗത്ത്, ദീനീ വിദ്യാഭ്യാസ രംഗത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും അന്ന് മദ്രസയിൽ നിന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ കേട്ട ഉസ്താദിന്റെ ക്ലാസ്സാണ് ഇന്നും നമ്മളെ നേർവഴിക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. നമ്മുടെ വായിൽ മോശപ്പെട്ട വർത്തമാനം വരാത്തത്, നമ്മുടെ ചിന്തയിൽ അരുതായ്മ വരാത്തത്, അന്ന് നമ്മൾ ഉസ്താദ് പഠിപ്പിച്ച 1-2 മണിക്കൂർ നമുക്ക് ഏകിയ ആ സമയത്തിൽ നിന്ന് നമ്മൾ പഠിച്ച, മനസ്സില്ലാ മനസ്സോടെ നമ്മൾ പഠിച്ച ആ പഠിപ്പാണ് ഇന്നും നമ്മളെ നേർവഴിയിലേക്ക് നയിക്കുന്നത്. ഇന്നും നമ്മൾ നമസ്കരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയും മറ്റു സൂറത്തുകളും ചെല്ലുന്നത്, ഇന്നും നമ്മൾ ഒരാളെ കാണുമ്പോൾ, പ്രയാസപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രയാസം മാറ്റിക്കൊടുക്കുന്നത് അന്ന് ഉസ്താദ് പഠിപ്പിച്ച പഠിപ്പ് കൊണ്ടാണ്. നമ്മുടെ മുമ്പിൽ അത് മനുഷ്യരാകണ്ട, ഏതെങ്കിലും ഒരു സഹജീവി എന്തെങ്കിലും ഒരു പ്രയാസം പറ്റി ബുദ്ധിമുട്ടുമ്പോൾ അതിനോട് ദയ കാണിക്കുന്നത്, വാത്സല്യം കാണിക്കുന്നത്
നീതി കാണിക്കുന്നത്, ധാർമ്മികമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് അന്ന് നമ്മളെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച കാര്യം തന്നെയാണ്. സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിലേക്ക് ഒന്നുകൂടി ഞാൻ ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നു, ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് വേണ്ട വിധത്തിൽ വേണം. പക്ഷേ ദീനീ വിദ്യാഭ്യാസ രംഗത്ത് എന്തോ ഒരു അമാന്തം, ഒരു ചെറിയ വൈക്രമ്യം നമ്മൾ കാണിക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത എൻ്റെ സഹോദരിമാരുമായി ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം അവരാണല്ലോ വീട്ടിലുണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് ഞാൻ ഊന്നി പറയുന്നു, പ്ലീസ്, പ്രിയപ്പെട്ട മക്കൾക്ക്, നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നാണ് ഏറ്റവും നല്ലൊരു മനുഷ്യൻ ഉണ്ടാകുന്നത്. നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നാണ് ഏറ്റവും നല്ല ഒരു ഉസ്താദ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നാണ് ഈ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നത്. നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നാണ് ഈ മഹല്ല് സംവിധാനങ്ങളുടെ, മദ്രസാ സംവിധാനങ്ങളുടെ മുഴുവൻ ഏറ്റവും നല്ല പ്രവൃത്തി കൈയാളുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ടാകുന്നത് നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഭാര്യമാരെ, നിങ്ങളെ ശ്രദ്ധ ഒന്ന് വിട്ടുപോയാൽ, നിങ്ങളെ കണ്ണും കാതും അവർക്ക് നേരെയല്ല എങ്കിൽ, മലവെള്ളപ്പാച്ചലിലെ ജലകുമിളകൾ പോലെ ഏതോ ഹാലിൽ നിങ്ങൾ വളരുകയാണെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട മക്കൾ രാസലഹരിയിലേക്ക് പോകും. നമ്മളെ മക്കൾ നമ്മൾ കൊടുക്കാത്ത സ്നേഹം അന്വേഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, ഉസ്താദുമാർക്ക് ഒരു പരിധിയുണ്ട്. 43 വർഷം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദായ യൂസുഫ് തങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക്, ഉസ്താദന്മാർക്കൊക്കെ ഒരു പരിധിയും ഒരു പരിമിതിയുമുണ്ട്. ബാക്കിയൊക്കെ നമ്മളെ കയ്യിലാണ്, അല്ലേ? ഉസ്താദ് അലിഫ് ബാ താ പഠിപ്പിക്കുമ്പോ, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ മക്കൾക്ക് അത് ചൊല്ലിക്കൊടുക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മളെ മക്കൾ മാത്രമല്ല അത് പഠിക്കുന്നത്, നമ്മൾ കൂടെ പഠിക്കുകയാണ്, അല്ലേ? അറബിയിലെ ഒരു വാക്ക് ലഇബ എന്ന് പറഞ്ഞാൽ കളിച്ചു എന്നാണ്. ലഇബൽ വലദു, കുട്ടി കളിക്കുന്നു, കുട്ടി കളിച്ചു. ലഇബൽ വലദു, കുട്ടി കളിച്ചു എന്ന് പറയുമ്പോ നമ്മൾ കൂടി പഠിക്കുകയാണത്. ലഇബൽ വലദു. അപ്പൊ നമുക്ക് പന്ത് കൊണ്ട് എന്ന് പറയണം. ബിൽ ഖുറത്തി, ബി വന്നത് കൊണ്ട് അവിടെ കസറാണ്. ബിൽ ഖുറത്തി, ലഇബൽ വലദു ബിൽ ഖുറത്തി എന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോ നമ്മൾ കൂടി അത് പഠിക്കുകയാണ്. അങ്ങനെ അറബിയിലെ ഒരു ഗ്രാമർ അങ്ങനെ പഠിക്കുമ്പോ നമ്മൾ കൂടി മനസ്സിലാക്കുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി എന്ന് പറയണം. ലൈലത്തു അല്ല, ലൈലത്തി എന്ന് നമ്മൾ കൂടി പഠിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കൂടി കരുപിടിപ്പിക്കാൻ, നമ്മുടെ ജീവിതം കൂടി ദീനീപരമായ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കുമ്പം സാധിക്കുന്നു. മദ്രസയെന്ന മാധുരിക്കും, മദ്രസയെന്ന മാധുരിക്കും, മധുവിനു വേണ്ടി പാറന്നെത്തും മലരിലെ മാണി മുത്തുകളാണി ചെറുപഠിതാക്കൾ. അവരുടെ മതപഠനത്തിൽ പ്രാഥമികാധ്യാപകർ മാതാക്കൾ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ, പ്രാഥമിക അധ്യാപകര് മാതാക്കളാണ്. എന്തേ കാരണം? വീട്ടിലാണ് കൂടുതൽ, ഉമ്മയാണ് കൂടുതൽ കാണുന്നത്. ഞങ്ങളൊക്കെ പുരുഷന്മാരൊക്കെ ചിലപ്പോ അവരുടെ ജോലി അന്വേഷിച്ച് പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തായിരിക്കും. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന തിരക്കിലായിരിക്കും. പക്ഷേ ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വിനീതൻ രാത്രി 12, 1 മണിക്ക്, 2 മണിക്കൊക്കെ പരിപാടി കഴിഞ്ഞ് അങ്ങാടിയിലൂടെ വരുമ്പോ ഓരോ കവലകളിലും, ജ്യൂസ് കടകളിലും, ടറഫുകളിലും എല്ലാം കാണുന്നത് നമ്മളെ പ്രിയപ്പെട്ട മക്കളെയാണ്. നമ്മളെ പ്രിയപ്പെട്ട മക്കളെ. എന്തുകൊണ്ടാണ് അവരെ നമ്മളവിടെ കാണുന്നത്? അവർക്ക് വീടില്ലേ, ഉമ്മയില്ലേ, ഉപ്പയില്ലേ, കിടക്കാനിടമില്ലേ? ഇല്ലാത്തത് കൊണ്ടല്ല. അവർ പറയുന്ന കാരണം രാത്രി ഉറക്കം വരുന്നില്ല, രാവിലെയാണ് ഉറക്കം വരുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരൊരു അശ്രദ്ധയല്ലേ അത്? ചിലപ്പോൾ രക്ഷിതാക്കന്മാർ പറയും, നവാസ്ക ഞങ്ങൾ എന്ത് പറയാനാ, മക്കളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു പോയിരിക്കുന്നു. അങ്ങനെ പിടുത്തം വിട്ടു പോകാൻ കാരണം എന്തേ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. പ്രിയപ്പെട്ട മാതാക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാര് ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, മഗ്‌രിബിനു ശേഷം സന്ധ്യാസമയത്ത് അവരെ കൂടി ഒന്നായി നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ച്, ഖുർആൻ പാരായണം ചെയ്യിപ്പിച്ച്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഒന്നായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ച്, അവർക്ക് വേണ്ട കഥകളും കവിതകളും അവർക്ക് വേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, ജീവിതത്തിന്റെ ഏറ്റവും ധാർമ്മികപരമായ വഴിയിലേക്ക് അവരെ നിങ്ങൾ നയിച്ചിരുന്നുവെങ്കിൽ, രാസലഹരിയിലേക്ക്, മറ്റു സ്നേഹവേദികളിലേക്ക്,
മറ്റ് സെക്സ് മാഫിയ സംഘങ്ങളിലേക്ക് അവർ പോകില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മാതാക്കളാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. മതമറിയുന്നോരാം മാതാക്കൾ, അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് മതറിയണം, നമ്മൾ നമസ്കരിക്കണം, നമ്മൾ കളവ് പറയരുത്, നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. മതമറിയുന്നോരാം മാതാക്കൾ മകന് കൊടുക്കും തർബിയത്ത്, അങ്ങനെയാണ്. മതമറിയുന്നോരാം മാതാക്കൾ മകന് കൊടുക്കും തർബിയത്ത്, മരണദിനത്തോളം പ്രഭയേകും മണിവിളക്കായി, അവരുടെ മഹ്ശറയിൽ തൻ രക്ഷയ്ക്കെത്തും അമലുകളായി. നിങ്ങൾ നോക്ക്, നമ്മൾ മരിക്കുമല്ലോ, അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ മരിക്കും എന്തായാലും. മരിച്ച് 3 കഷ്ണം തുണിയിൽ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ മയ്യത്ത് വെച്ച് ഉസ്താദ് പറയും, ഈ മയ്യത്തിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ പേരിൽ നമസ്കരിക്കാൻ ആരാണ്, ഏത് മക്കളാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്? അതാ ഒരു മോൻ കടന്നു വരുന്നു. ആ മോൻ കടന്നു വരുന്നു. മോന്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീരൊലിക്കുന്നുണ്ട്, ആകെ പ്രയാസത്തിലാണ്. മോൻ അവസാനമായി ഉപ്പാക്കും ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വരികയാണ്. നമുക്ക് അവസാനമായി മകനിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം, ആ സമ്മാനത്തിനു വേണ്ടി നമ്മളിങ്ങനെ മയ്യത്തായി കിടക്കുകയാണ് പള്ളിയിൽ. ആ മകൻ കൈകെട്ടി നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ആ പ്രിയപ്പെട്ട മകനായിരിക്കും. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ മക്കളെ അങ്ങനെ ആക്കട്ടെ. നേരെ മറിച്ച് ഉസ്താദ് പറയും, കുറച്ച് സമയത്തിന് ശേഷം ഏതെങ്കിലും ഒരു മക്കൾ കടന്നു വരുമെന്ന് പറയുമ്പോൾ ഉസ്താദിനോട് ആരോ വന്ന് ചെവിയിൽ പറയുന്നു, ഉസ്താദേ, മയ്യത്ത് നമസ്കരിക്കാൻ മക്കൾക്ക് പേടിയാണ് പോലും, മയ്യത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയില്ല പോലും, അതുകൊണ്ട് മക്കൾക്കൊന്നും താല്പര്യമില്ല, നിങ്ങൾ തന്നെ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമായി നിന്നോളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ല മക്കൾ, നമ്മൾ മരിച്ചാലും നമ്മൾക്ക് ജീവിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സന്താനം, ഏറ്റവും നല്ല സ്വാലിഹായ മക്കൾ എന്ന് അള്ളാഹുവിന്റെ ഹബീബും പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുന്ന ആ വാക്യം, ഈ ലോകത്ത് നമ്മൾ നഷ്ടകാരികളിൽ പെട്ടുപോകുന്നു, നാളെ പരലോകത്തിൽ അതിനേക്കാൾ വലിയ കുറവുകളിൽ നമ്മൾ പെടുന്നു. നമ്മൾ സ്വർഗത്തിലേക്ക്, നമ്മൾ പ്രിയപ്പെട്ട ഭർത്താവ് വന്നിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോ മലക്കുകൾ വിളിക്കുന്നു, എവിടുത്തെ നിങ്ങൾ പോകുന്നു, ഇങ്ങോട്ട് വാ. സ്വർഗത്തിലേക്ക് പോകുന്ന അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങളെ മക്കൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ടില്ല, നിങ്ങളെ പ്രിയപ്പെട്ട മക്കൾ നരകത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് അവർ പറയുന്നത്, ഈ നരകത്തിലേക്ക് ഞങ്ങൾ പോകാൻ കാരണം ഈ അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളായി ഞങ്ങൾ കരുതിയ നിങ്ങൾ ഞങ്ങൾ ഒരിക്കലും ദീനീ വഴിയിലേക്ക് ക്ഷണിച്ചില്ല, ഈ നന്മയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചില്ല, അതുകൊണ്ട് അവരെ കൂടി നരകത്തിലിടുക എന്ന് ഈ മക്കൾ പറയുമ്പോൾ വിരലുകടിച്ച് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മതമറിയുന്നോരാം മാതാക്കൾ മകന് കൊടുക്കും തർബിയത്ത്, മരണദിനത്തോളം പ്രഭയേകും മണിവിളക്കായി, അവരുടെ മഹ്ശറയിൽ തൻ രക്ഷയ്ക്കെത്തും അമലുകളായി. അതുകൊണ്ട് എനിക്ക് മുഖവരയായി 43 വർഷത്തോളമായി നമ്മൾക്ക് അറിവിന്റെ ദീനി വിദ്യാഭ്യാസത്തിന്റെ തേൻ നുകർന്നു തരുന്ന പ്രിയപ്പെട്ട യൂസുഫ് ഉസ്താദ്, യൂസുഫ് തങ്ങൾ, അദ്ദേഹത്തിന്, ആ പ്രിയപ്പെട്ട മനുഷ്യന് നമ്മളൊരു ആദരവ് കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈ ഗ്രാമ്യവിശുദ്ധിയിലെ പ്രിയപ്പെട്ട മനസ്സുകളോട് പറയാനുള്ളത്, ദീനി വിദ്യാഭ്യാസ രംഗത്ത് പൊരേക്കൂടും കല്യാണവും വരുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് മകന് കിട്ടുന്ന ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ നിർബന്ധമായും 8ാം ക്ലാസ് വരെ നമുക്ക് പറഞ്ഞയക്കാൻ പറ്റുമോ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കണം. ആ സമയത്ത് കിട്ടുന്ന വിദ്യാഭ്യാസം മാത്രമേ, ഇപ്പൊ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാം, ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, പുതുതായി മദ്രസയിൽ നിന്ന് നമ്മൾ വിരമിച്ച ശേഷം പുതുതായി ഒന്നും പഠിച്ചിട്ടില്ല. അന്ന് നമ്മൾ പഠിച്ച കാര്യം ഇപ്പോഴും നമ്മളെ മനസ്സിലുള്ളത് അല്ലേ? യെസ് ഓർ നോ? യെസ്, നമ്മളെ മനസ്സിലൊക്കെ അന്ന് പഠിച്ച കാര്യമേ ഉള്ളൂ. പുതുതായി ഒന്നും പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ദീനി വിദ്യാഭ്യാസ രംഗത്ത് പ്രിയപ്പെട്ട യൂസുഫ് ഉസ്താദിന്, യൂസുഫ് തങ്ങൾക്ക് നമ്മളൊരു ആദരവ് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കേണ്ടത്, നമ്മളെ മക്കള് എന്തുകൊണ്ടാണ്
ഇങ്ങനെ ഈ മോശപ്പെട്ട വഴിയിലേക്ക്, രാസലഹരിയിലേക്ക്, മോശപ്പെട്ട ചിന്തകളിലേക്ക്, മോശപ്പെട്ട പ്രവർത്തികളിലേക്ക് നമ്മളെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ അതിനൊന്ന് പരിശോധിച്ചാൽ, അതിൻ്റെ അടിവേരൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ കുടുംബത്തിലെ തകരാറ് തന്നെയാണെന്ന്. ഭാര്യയും ഭർത്താവും എപ്പോ അടി, വീട്ടിലെപ്പോഴും കശപിശ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെങ്കിലും വലിയ ഭൂകമ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വീട്ടിൽ. എപ്പോഴും പ്രശ്നം ലൈവായി നമ്മളെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉപ്പയുമ്മയും അടിയോടടി അല്ലേ? അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കത് താൻ കാരാഗൃഹം അല്ലേ? പുറത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു പൈസക്കാരെ, നല്ല വീട്, നല്ല സമ്പാദ്യം എല്ലാം ഉണ്ട്. പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ സ്വരച്ചേർച്ചയിലല്ല, എപ്പോഴും പ്രയാസവും പ്രശ്നവുമാണ്. ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ, ലോകത്ത് ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയൊരു സ്ഥാപനം, ഏറ്റവും ധാർമ്മികമായ സാംസ്കാരികമായി നമ്മൾ ഉന്നതിയിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്നത് അത് കുടുംബമാണ്. നമ്മൾ പറയുന്നില്ലേ, ലിബറലിസവും ദൈവനിരാസവും ഫെമിനിസവും ഒക്കെ നമ്മളെ നാട്ടിലേക്ക് കടന്നു വന്ന് കുടുംബം വേണ്ട, കൂട്ടര് വേണ്ട, ഉമ്മ വേണ്ട, അച്ഛൻ വേണ്ട, അമ്മ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. പക്ഷെ അതില്ലാതെയായാലാണ് ഇതിന്റെ വില നമ്മൾ അറിയുക. കുടുംബം എന്ന് പറയുന്നത് ഇസ്ലാം ഇന്നും ഇന്നലെയും ഉണ്ടാക്കിയതല്ല. അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തുടങ്ങിയ ആ വലിയ മഹത്വമേറിയ ആ സംവിധാനം, ആ സ്ഥാപനം ഇന്നും അത് വലിയൊരു സ്ഥാപനമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. അതിലൂടെയാണ് ധാർമ്മികപരമായി, സാംസ്കാരികപരമായി ഏറ്റവും നന്മയോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, നമ്മളെ പ്രിയപ്പെട്ടവർ മുന്നോട്ട് പോകുന്നത് ആ കുടുംബ സംവിധാനത്തിന്റെ അടിയിൽ നിന്നുകൊണ്ടാണ്. ഏറ്റവും നല്ല മുന്തിരി, അത് എത്ര വലിയ വില കൂടിയ മുന്തിരി ആയാലും അതിനൊന്ന് പടർന്ന് പന്തലിക്കാൻ നല്ലൊരു പന്തല് വേണമല്ലോ. അതുപോലെ ഓരോ വ്യക്തികൾക്കും, ഓരോ മനുഷ്യനും, ഓരോ മനസ്സുകൾക്കും കുടുംബം എന്ന സംവിധാനത്തിൽ പടർന്നു പന്തലിക്കാൻ കുടുംബം എന്ന ആ പന്തല് നിർബന്ധമാണ്. ആ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്ന ആ ശില, ആ അടിസ്ഥാനം, അത് അള്ളാഹു പറയുന്നത് ആകാശം പോലെ, ഭൂമി പോലെ, മറ്റ് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ പോലെ ഒരു ആയത്താണ്. ഇന്ന് പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബിന്റെ അളിയന്റെ മകന്റെ കല്യാണമാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു, ഇതുവരെ കാണാത്ത ഒരു ആണ്, ഇതുവരെ കാണാത്തൊരു പെണ്ണ്, പരസ്പരം സംസാരിക്കാത്ത, ഇടപഴകാത്ത, ജീവിതത്തിൽ ശാരീരിക ബന്ധം പുലർത്താത്ത രണ്ട് മനസ്സുകൾ ഒരു വലിയ കരാറിലൂടെ ഒന്നായി തീരുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതൊരു ആയത്തായി അള്ളാഹു പറയുന്നു. അതൊരു ആയത്താണ്, അതൊരു ദൃഷ്ടാന്തമാണ്. കാരണം ഇതുവരെ കാണാത്ത രണ്ടു മനസ്സുകൾ ബലിഷ്ഠമായ മീസാക്കൻ ഖലീല, ബലിഷ്ഠമായ ഒരു കരാറിലൂടെ ഒന്നായി തീരുന്ന വല്ലാത്തൊരു സന്തോഷവേള. നിക്കാഹിന്റെ പരമപരിശുദ്ധമായ പട്ടുനൂലിലൂടെ നെയ്തെടുത്ത ദാമ്പത്യം എന്ന മാണിക്കമലർ കൊട്ടാരത്തിൽ ഒന്നായി രണ്ടു മനസ്സുകൾ ചേരുന്ന ഒരു സംഗമവേള. ഉപ്പ പറയുന്നു കൈപിടിച്ചിട്ട്, മോനെ, എൻ്റെ ഭാര്യ, എൻ്റെ മോളെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇതാ ഈ മഹറിന്റെ പൊന്നൂലാൽ നിങ്ങളെ ബന്ധം ഒന്നായി തീരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ആ ബന്ധം ഏൽപ്പിക്കുമ്പോ ആ കുടുംബത്തിന്റെ തറ അവിടെ കിട്ടുകയാണ്, ഒന്നാമത്തെ ആ ശില അവിടെ നാട്ടുകയാണ്. അതിൽ നിന്ന് തുടങ്ങിയ ആ കുടുംബ സംവിധാനം, ആ കുടുംബത്തിന്റെ മനോഹാരിത, അതിന്റെ ഊഷ്മളത, നമുക്ക് വേണ്ടി കുടുംബ സംവിധാനത്തിന്റെ ഊഷ്മളത ഏറ്റവും ഉത്തുംഗതയിൽ പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വിട പറഞ്ഞു പോയത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിൽ മധുരിതരാഗം മദീന മദീന, മെഹബൂബിൻ തിരുഗേഹം മദീന മദീന, ഇഷ്കിൻ നില പെയ്തിറങ്ങും പുണ്യമദീന, ഇറയോന് ആശയെല്ലാം ധന്യമദീന മദീന 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 മദീന. അള്ളാഹുവിന്റെ ഹബീബ് മദീന പള്ളിയിലെ ഇമാമാണ്. നമുക്കറിയാലോ, ഹിറാ ഗുഹയിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഖുർആൻ വാക്യം വഹിയായി ലഭിക്കുന്നു. അത് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത് ജീവിതത്തിൽ പകർത്തുന്നു. മദീന പള്ളിയിൽ ഇമാമായി നിൽക്കുന്നു. അത് കഴിഞ്ഞ് പ്രവാചകൻ പോകുന്നത് തെരുവിലേക്കാണ്.
തെരുവിലെ കച്ചവടങ്ങൾ ശ്രദ്ധിക്കുന്നു. അവിടെ കരിഞ്ചന്തയുണ്ടോ, പൂഴ്ത്തിവെപ്പുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആരെങ്കിലും അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തുന്നുണ്ടോ? അതാണ് പ്രവാചകന്റെ ശ്രദ്ധ. പിന്നീട് പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. മാഷാ അല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ വീട്ടിലേക്ക് പോയാൽ എങ്ങനെയാണ് ഉണ്ടാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെയുള്ള വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് എത്തുമ്പോ ഖദീജ ബിബി റളിയല്ലാഹു തആലയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുതുമണവാളൻ ആയിഷ ബീബിയുടെ പുന്നാര കളിത്തോഴൻ, ആലോചിച്ച് നോക്ക്, ആയിഷ ഇങ്ങോട്ട് വാ. ആയിഷാനെ അടുത്തേക്ക് വിളിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണോട് കണ്ണു നോക്കി ആയിഷ ബീബിയുടെ കണ്ണിലേക്ക് നോക്കി പറയുന്നു, അൽഹംദുലില്ലാ ആയിഷ, നിന്നെ എനിക്ക് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. നമ്മളെപ്പോഴെങ്കിലും നോക്കിയിട്ട് ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടോ, സുബൈദ ഇന്നെ തന്ന പടച്ചോനാണ് അൽഹംദുലില്ലാ എന്ന് പറയലുണ്ടോ? പെണ്ണുകൾക്കെല്ലാം ചിരി വരുന്നുണ്ടോ പറയുമ്പോൾ അല്ലേ? ഓ കുരിപ്പഴിഞ്ഞ് മന്നേര എല്ലാം തുടങ്ങിയെന്നാ പറയുമ്പോഴല്ലേ? ഭാര്യന്റെ മുഖത്ത് നോക്കി നിന്നെ എനിക്ക് കിട്ടിയപ്പോഴാണ് എൻ്റെ ജീവിതം നന്നായത്. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ്, സ്നേഹനിധിയായ ഭർത്താവ് ഭാര്യയോട് പെരുമാറുന്ന പെരുമാറ്റത്തിന്റെ മനോഹാരിത. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങൾ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും ഉത്തമരല്ല എന്ന് അല്ലേ? നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഭർത്താവിനെ സ്വീകരിച്ച് ഏറ്റവും നല്ലൊരു ഭാര്യയായി നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ ഒരു പാട്ടൊക്കെ പാടി, നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് കുഞ്ഞമ്മദ്ക്കാ അല്ലേ? കുഞ്ഞമ്മദ്ക്കാന്ന് എല്ലാവരും പാട്ടൊന്നും പാടണ്ടേ, എല്ലാവരും ഓരോരുത്തരെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ മതി. കുഞ്ഞമ്മദ്ക്കാന്ന് എല്ലാവരും പാടി അടിയോടടിയായിരിക്കും. എന്നോട് പറയും, പാലേരി വന്നതിന് ശേഷം എൻ്റെ വീട്ടിലൊരു കുടുംബകലഹം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഇല്ലേ? നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ബഷീർ കാ അവോക്കർ കാ, നമുക്ക് എന്തുവാണെ പാടാം. അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി വെക്കും നിങ്ങള്, വലിയ സന്തോഷായിരിക്കും. കണ്ണിൻ്റെ കടമിഴിയാളെ പുന്നാരം പറയണ പെണ്ണെ, ഇന്നെന്തേ നിൻമുഖത്തൊരു നിറവാട്ടം പൊന്നെ പെണ്ണെ, കണ്ണിൻ്റെ കടമിഴിയാളെ വന്ന് മണവിയും ചോദ്യം തുടങ്ങുന്നേ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നതെന്തിന്, വല്ലായ്മ വല്ലതും ഉണ്ടെങ്കിൽ ചൊല്ലുവിൻ, വാക്കേറ്റമൊത്തു കാരുത്തു ഗതികേട്, അംഗമുഖം വാടി കാണാൻ എനിക്കൊട്ടും താക്കത്തില്ലല്ലോ കാരളെ ഗതികേട്. നോക്ക്, നിങ്ങളിങ്ങനെ പ്രയാസപ്പെട്ടാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എന്താണ് പ്രയാസോ? ബിസിനസ്സിൽ നഷ്ടോ? അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ സാധനം മേടിച്ചില്ല, അതൊന്നും വിഷയമല്ലെന്ന്. നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുക, ഇത് അഡ്രസ്സൊക്കെ അയച്ചു വെക്ക്, നിങ്ങളൊന്ന് കുളിക്ക്. ഭാര്യയുടെ ആ സംസാരത്തിൽ, ഭാര്യയുടെ ആ പുഞ്ചിരിയിൽ എല്ലാം മറന്നു പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, ആലോചിച്ച് നോക്ക്, ഒരു സമാധാനത്തിന്റെ ഗേഹം. അതാണ് അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ച പാഠത്തിൽ ഒരുപാട് മനോഹരമായ വാക്കുകൾ നമ്മളോട് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. വീട് എന്ന് പറയുന്നത് മസാക്കിൻ, മസ്കൻ, സമാധാനത്തിന്റെ ഒരു ഗേഹം. ഭാര്യയിൽ പോലും ഭാര്യയുടെ ഒരു നോട്ടത്തിൽ, ഭാര്യയുടെ ഒരു ഇടപെടലിൽ, ഭാര്യയുടെ ഒരു സ്നേഹത്തലോടലിൽ, ഭാര്യയുടെ ഒരു വാക്കിൽ സമാധാനം കിട്ടുന്നുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാണോ നമ്മളെ കുടുംബജീവിതം? നമുക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്, പക്ഷെ കുടുംബജീവിതത്തിൽ നമ്മൾ പറ്റേ പരാജയമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നെ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നേരത്തെ അബൂബക്കർ പറഞ്ഞതുപോലെ പാട്ടുകൾക്കേറെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു രോഗിയെടുത്ത് നമ്മൾ പോകുമ്പോൾ ഒരു പാട്ടവിടെ പാടിയാൽ ആ രോഗിയുടെ രോഗം തൽക്കാലം, ആ വേദന മറക്കാൻ ആ പാട്ടിന് സാധിക്കുന്നു, ആ സംഗീതത്തിന് സാധിക്കുന്നു. മനോഹരമായൊരു ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധ തിരിയുന്നത് ആ ബാങ്കിലെ സംഗീതമാണ് അല്ലേ? ആ ബാങ്ക്, മനോഹരമായൊരു ബാങ്ക് കൊടുക്കുമ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിറക്കുന്ന ആ ബാങ്കാകുമ്പോൾ ആ ബാങ്ക് നമ്മൾ കേട്ടിരുന്നു പോകും. പാട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പാട്ടല്ലേ, ഇല്ലുമിനാറ്റി അല്ല അല്ലേ? ഒരു കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക എന്ന് പറയുന്നതല്ല. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അച്ഛൻ കട്ടോണ്ട് പോയി, എൻ്റെ അച്ഛൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തു എന്ന്. ഇതാ പാട്ട് അല്ലേ? എങ്ങോട്ടാണ് പോയിക്കണ്, എങ്ങുന്നാണ് വന്നിക്കണ്,
കുഞ്ഞളിയാന്റെ വീട്ടിൽ പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി തിന്നിക്കണ്. ഡാഡി മമ്മി വീട്ടിൽ ഇപ്പാരും ഇങ്ങോട്ട് പോയി നമുക്ക് വിളയാടാന്ന്. ആലോചിച്ച് നോക്ക്. ഇതൊക്കെയാണ് പാട്ടായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നേരത്തെ അബൂക്രാഷ് പറഞ്ഞതുപോലെ എസ് എ ജമീൽക്ക് ഒരു പാട്ടെഴുതിയപ്പോ ആ പാട്ട് കേട്ട് പ്രിയപ്പെട്ട ഭർത്താവ് പാസ്പോർട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വിസയൊക്കെ ക്യാൻസലാക്കി നാട്ടിലേക്ക് വന്ന ചരിത്രമുണ്ട്. വെറും ഭർത്താവനല്ല, അബുദാബിയിലുള്ളോരെഴുത്ത് പെട്ടി തുറന്നപ്പോൾ കത്ത് കിട്ടി, എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി. ഭാര്യയുടെ ഹൃദയത്തിൽ ചാലിച്ച ആ മനോഹരമായ വരികൾ കത്തിലേക്ക് പേപ്പറിലേക്ക് ചാലിച്ചെഴുതിയപ്പോ ഭർത്താവിന് അവിടെ നിക്കക്കള്ളിയതായി ഇല്ലാതായി നാട്ടിലേക്ക് വന്ന ചരിത്രമുണ്ട് അല്ലേ? എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീഷത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണീ വീടെ തന്നെയെന്ന് കരുതിയിടട്ടെ, മാറുനാട്ടിൽ നിങ്ങൾക്കും അതുപോലെ ക്ഷമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. പാട്ട് നമ്മുടെ മനസ്സിനെ മനം കവരുന്നത് അങ്ങനെയാണ്. നേരത്തെ മാഷു പറഞ്ഞല്ലോ, 1947 കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമര കാലത്ത്, ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി പാട്ടുകൾ പടയോങ്ങിയിട്ടുണ്ട്. പാട്ടുകൾ അവർക്കെതിരായി, വെള്ളക്കാർക്കെതിരായി വാളെടുത്തിട്ടുണ്ട്. പാട്ടുകൾ കൊണ്ട് വീര്യം തീർത്തിട്ടുണ്ട്. തുടരെ മദ്ദളവും മുറശോട് മറുവയൊറ്റകളും ബജയൊട് തുടികൾ ദപ്പുകളും കൈമണി ധ്വനികൾ ദാശകളാൽ കേറിക്കേമക്കോടതൻ മുകളിൽ ഹേമപ്പിടിവാൾ ഹസ്തമിലണവായി കിരീടമകുട തിരുമുടി തീർത്തി തലകുടവായേ ഗളബിലെ ഗിരീത ഫർസൈ സൈഫ് പരത്തി തിരുളറുബായേ. ആഹാ, മാപ്പിളപ്പാട്ടിൻ വർണ്ണ ചരിത്രം മാനവികതയോടാണതിൻ മിത്രം. മദ്ഹുകൾ മാലകൾ മൈലാഞ്ചികളിൽ ഒപ്പന പാടി, മഹിയിൽ മരുവിൽ മലയിൽ നദിയിൽ കാറ്റിൽ നർത്തനമാടി. മനുഷ്യ മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, കാരുണ്യത്തിൻ്റെ ഒരുപാട് നല്ല തലങ്ങൾ സമ്മാനിക്കാൻ പാട്ടുകൾക്ക് സാധിക്കും. ഒരു ഭാഗത്ത് ഒരേ സമയത്ത് നിങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും പാട്ടുകൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ചില പാട്ടുകൾ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്. പച്ചക്കറിയൊരു മെച്ചപ്പെട്ട ആഹാരം തന്നെ തടിക്ക്, പച്ച കഴിച്ചാലും ഗുണമേറും മേനിക്ക്, മെച്ചപ്പെട്ട ഇലക്കറി കണ്ണിനേറ്റം ഗുണകരമല്ലോ, പച്ചച്ചീരതവരമുരിങ്ങയുമോർമിക്ക്. പച്ചക്കറി പച്ച കഴിച്ചാൽ നല്ലത് പെണ്ണുങ്ങളെ. നിങ്ങൾ ആലോചിച്ചു, ഒരു പാട്ടിൻ്റെ മനോഹാരിതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനിപ്പോൾ അടുത്ത് കാസർഗോഡ് പോയപ്പോൾ ഞാൻ കടപ്പുറത്ത് നിന്നാണ് പരിപാടി നടത്തിയത്. പാട്ടൊക്കെ പാടി ഒരാളെന്നോട് വന്ന് ചോദിച്ചു, പാലരിക്ക നിങ്ങൾ ഒരുപാട് പാട്ടൊക്കെ പാടിയല്ലോ, നിങ്ങൾക്ക് മീൻ്റെ പാട്ടറിയാവോ എന്ന്. കുടുങ്ങും പോരടങ്ങ് പോണോ? അയലയും നങ്കും പാര അടവ് മണങ്ങും കോര, അണിയണിയായി പോകും അയലപ്പാര, കണ്ടാലജബായി പോകും നത്തല് ചെറുമീൻ ചൂര, അയക്കൂറയും മാവോലി അഴകുള്ളൊരു ചെമ്പല്ലി, കരിമീനും ഇരുമീനും പൂവാലൻ കുട്ടി, ദൂരെ തിരമറിച്ചോടുന്നുണ്ടൊരു കൊയലക്കുട്ടി. മനോഹരമായ പാട്ടുകളുണ്ട്, നമ്മൾ ഉള്ളിനെ തട്ടിയുണർത്തുന്ന പാട്ടുകൾ. അഹമ്മദ് മുഹമ്മദ് പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ? അഹമ്മദ് മുഹമ്മദ് പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ? നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും, പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, അവൻ അവരൻ്റെ പച്ചമാംസം കൊത്തി വലിക്കും. നോക്ക്,
തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ, നന്മകൾ സ്ഥാപിക്കാൻ പാട്ടുകൾക്ക് കഴിയുന്നു. മിറാജ് രാവിൽ ബുറാക്കിലേറി അന്ത്യ റസൂൽ കരിമാഗതനായി അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിൽ ശിർക്കിന്റെ കൂടാരത്തെ ആക്കി വിദൂര ശാന്തി സമാധാന സന്ദേശത്തിനൊളിവായി ഹക്കും ബാത്തിൽ തമ്മിൽ വേർതിരിച്ച റസൂലേ അഖില ജഗത്തിൻ വിത്തേ അഹമ്മദ് യാ റസൂലേ. നമ്മളൊക്കെ ഹൃദയത്തിലേറ്റി നടക്കുന്ന പാട്ടുകൾ, ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയ്ക്ക് മുമ്പിൽ ഒരു പാട്ടൊക്കെ പാടി വീട്ടിലൊരു സന്തോഷം പങ്കുവെക്കാൻ എന്താ അങ്ങക്കൊരു പ്രയാസം? ഈ ലോകത്തിന്റെ റഹ്മത്തുൽ ആലമീനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീബിയുമൊത്ത് ഓട്ടമത്സരം സംഘടിപ്പിക്കുന്നു. ആരായി ഓട്ടമത്സരം സംഘടിപ്പിക്കുന്നത്? നമ്മൾ വിചാരിക്കും തമാശ പറയുന്നതാണ്. സഹിഹായ ഹദീസിലുള്ളതാണിത്. ഓട്ടമത്സരം, ആദ്യത്തെ ഓട്ടമത്സരത്തിൽ ആയിഷാ ബീബി ജയിക്കുന്നു. പിന്നീട് ആയിഷാ ബീബി ഒന്ന് വണ്ണം വെച്ചപ്പോൾ തടി കൂടിയപ്പോ വീണ്ടും ഒരു ഓട്ടമത്സരം സംഘടിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. ആയിഷ, അന്ന് എന്നെ നീ തോൽപ്പിച്ചില്ലേ, അതിൻ്റെ പ്രതികാരമാണിത്. മാഷാ അല്ലാഹ്, ഇതൊരു സന്തോഷമാണ്. ജീവിതത്തിന്റെ എല്ലാ അനർഘ നിമിഷങ്ങളും നമുക്ക് വേണ്ടി സമ്മാനിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്നാന്റെ ഹബീബായ റസൂലിൻ വദനം മനതാരിൽ കീന കാണും കഅബ സദനം മരണത്തിൻ മുന്നേറൗല നിനവിൽ കാണാൻ തരണം നീ തൗഫീഖെന്നിൽ മദീനത്തെത്താൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹധർമ്മിണിയാണ് ആയിഷ. പല റിപ്പോർട്ടുകളിലും ആയിഷ ബീബിയെ കുറിച്ചുണ്ട്. ഒരു റിപ്പോർട്ടിൽ ഖദീജ ബീബിയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട ആള് ആയിഷ ബീബിയാണ്. ഒരിക്കൽ ആയിഷ ബീബിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒന്നിച്ചുറങ്ങുകയാണ്. ആരാണ് ഈ ഉറങ്ങുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമര തോൽക്കുന്നൊരു മുഖത്തോടു കൂടിയുള്ള, ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളെയും ഒന്ന് കാണാനും ആ സാന്നിധ്യം നുകരാനും ആയിരങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സിന്റെ ഉള്ളിൽ ആ മാണിക്കമലർ കൊട്ടാരത്തിൽ എന്നും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പടച്ചോനെ, കനവിലെങ്കിലും കിനാവിലെങ്കിലും ആ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ സാധിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി ഒന്നിച്ചുറങ്ങുമ്പോ രാത്രി പാതിരാവായപ്പോ തന്റെ പ്രിയപ്പെട്ടവനെ കാണാനില്ല. ചുറ്റും നോക്കിയപ്പോ ആയിഷ ബീബിയെ കാണാനില്ല. എങ്ങോട്ട് പോയി എൻ്റെ പ്രിയപ്പെട്ട ആള്? ഒന്ന് ചുറ്റും കണ്ണോടിച്ചു. ആ കൊച്ചു വീട്ടിൽ, ആ കുഞ്ഞു വീട്ടിന്റെ വാതിലൊന്ന് തുറന്നു പുറത്തേക്ക് നോക്കിയും ദൂരത്ത് അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരുന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആയിഷ അങ്ങോട്ട് അടുത്ത് ചെന്നു. ആയിഷ ബീബി ചെന്നപാട് ചോദിച്ചു, അങ്ങയോട് എന്തെങ്കിലും അരുതായ്മ ചെയ്തു പോയിട്ടുണ്ടോ? വാക്കിലോ നോക്കിലോ നടത്തത്തിലോ ഇരുത്തത്തിലോ എന്തെങ്കിലും എന്നോട് ചെയ്തു പോയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീരൊഴുക്കി ആയിഷ ബീബിയോട് പറഞ്ഞു. ആയിഷ, പ്രവാചകന്റെ ആ വിരൽ ആയിഷയുടെ ചുണ്ടോട് വെച്ച് പറഞ്ഞു, ഇല്ല ആയിഷ, നിന്റെ ഭാഗത്തു നിന്നൊരു പ്രയാസവും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് അങ്ങ് കരയുന്നത്? എന്തിനാണ് പൊട്ടി പൊട്ടി കരയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, ഞാൻ ഇന്നലെ രാത്രി എൻ്റെ പ്രിയപ്പെട്ട ഖദീജയെ കിനാവ് കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട ഖദീജയെ കിനാവ് കണ്ടു. അടുത്തു വന്നിരിക്കുന്നതും ഒരുപാട് കുസൃതിയും കുറുമ്പും പറയുന്നതും, എൻ്റെ അടുത്ത് വന്നിരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതൊക്കെ എൻ്റെ കിനാവിൽ വന്ന് എന്നോടൊപ്പം ചേരുന്നതായി ഞാൻ കണ്ടു. ആയിഷക്ക് വെറുപ്പുടിച്ച്, ആയിഷ ബിബിക്ക് വെറുപ്പുടിച്ച്, ഒന്ന് ചൂടായി. പെണ്ണുങ്ങളാണല്ലോ, നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഖദീജയെ കുറിച്ച് ഓർക്കാനാ നേരോ? അവരെ കിനാവ് കാണാനാണോ ഈ സമയം? ഞാനില്ല നിങ്ങൾക്ക്, ഖദീജായു പോയെങ്കിലും ഞാനില്ല നിങ്ങൾക്ക്. അത് പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അങ്ങനെ പറയരുത്. എൻ്റെ ഖദീജയെ കുറിച്ച് അങ്ങനെ പറയരുത്. എൻ്റെ പ്രിയപ്പെട്ടവളാണ് ഖദീജ. എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് വഹി ഇറങ്ങുമ്പോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ആ സൂറത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോ എനിക്ക് ഓതാൻ അറിയില്ല എന്ന് വീണ്ടും പറഞ്ഞപ്പോ ഓതൂ, ഇഖ്റ, വീണ്ടും ഓതൂ, വായിക്കൂ എന്ന് പറഞ്ഞപ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴും വീണ്ടും ഓതാൻ പറഞ്ഞപ്പോ വേറത്തൊലിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ ഓതി. ആകെ ക്ഷീണിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ എൻ്റെ പ്രിയപ്പെട്ട ഖദീജ, നമ്മളാണെങ്കിൽ എന്നാ പറയാ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഇരുട്ടത്ത് പോയി കുത്തിരിക്കണ്ടെന്ന്, നിങ്ങൾക്ക് കിട്ടിയ പോരാ, ഇനിയും കിട്ടണം നിങ്ങൾക്ക്. നമ്മളെ ഭർത്താവിനോട് പറയാ, നിങ്ങൾക്ക് കിട്ടിയ കൊണായിക്ക് ഇനിയും കിട്ടണം നിങ്ങൾക്ക്.
എന്ന് നമ്മൾ പറയാ, വെറുപ്പ് പിടിച്ചാലും അങ്ങനെയാ പറയാ. പക്ഷേ ഖദീജ ബീവി പറഞ്ഞ എന്താണെന്നറിയോ, നിങ്ങൾ എന്തിനാ ബേജാറാന്ന്, എന്തിനാണ് നിങ്ങൾ വേർത്തൊലിക്കുന്നത്, അങ്ങ് ആരാണ് നിങ്ങൾ വിചാരിച്ചത്? ആദ്യത്തെ വാക്ക് ഖദീജ ബീവി പറഞ്ഞത്, അങ്ങ് കുടുംബ ബന്ധം സ്ഥാപിക്കുന്ന ആളാണ്, പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? മാഷാ അല്ലാഹ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വേർത്തൊലിക്കുന്നത്? പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ, പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ടു മൂടൂ. അങ്ങ് എന്തിനാണ് ഇങ്ങനെ പുതപ്പിട്ട് മൂടി കിടക്കുന്നത്? ആരാണ്? പാവങ്ങളുടെ പടത്തലവൻ, പാവങ്ങളുടെ കളിത്തോഴൻ, അനാഥർക്ക് സനാഥത്വം നൽകുന്ന ആളാണ് അങ്ങ് എന്തിനാണ് പ്രയാസപ്പെടുന്നത്? അതാണ് എൻ്റെ പ്രിയപ്പെട്ട ഖദീജ. എനിക്ക് സന്താന സൗഭാഗ്യം ഫാത്തിമ എന്ന കരളിന്റെ കഷ്ണത്തെ എനിക്ക് സമ്മാനിച്ചവളാണ് ഖദീജ. അതുകൊണ്ട് ആയിഷ, എൻ്റെ ഖദീജയെ കുറിച്ച് അങ്ങനെ പറയരുത്. പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബിക്ക് 40 വയസ്സും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 25 വയസ്സുമാണ് പ്രായം. പക്ഷേ പ്രവാചകനെ കരിവാരി തേക്കുന്നവർ, സമൂഹത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറയുന്നവർ, മോശം പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, അവിടുത്തെ കുടുംബജീവിതത്തിൽ ഒരു കല്ലുകടി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതും ഈ പ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഖദീജ ബീബിക്ക് 40 വയസ്സും 25 വയസ്സുമായിട്ടും ഒരു കല്ലുകടി ആ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖദീജയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രയാസമായത്. ആയിഷ ഒന്നുമില്ലാത്ത അവസരത്തിൽ, സമ്പത്തില്ലാതെ പ്രയാസപ്പെട്ട് ദരിദ്രനായി നിന്ന കാലത്ത് മക്കത്തെ പ്രമാണിമാരുടെ മുമ്പിൽ വെച്ച്, എൻ്റെ മുഹമ്മദ് ഇന്നു മുതൽ ധനികനാണ്, ഞാനാണ് ദരിദ്ര എന്ന് പ്രഖ്യാപിച്ച എൻ്റെ പ്രിയപ്പെട്ട ഖദീജ, എനിക്ക് താങ്ങും തണലുമായി നിന്ന ഖദീജ. കുടുംബജീവിതത്തിൻ്റെ ഊഷ്മളതയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഭർത്താവിനെ എവിടെയൊക്കെ കുറ്റം പറയാൻ പറ്റുമോ, ഏതൊക്കെ സദസ്സിൽ കുറ്റം പറയാൻ പറ്റുമോ, അവിടെയൊക്കെ നമ്മൾ പറയും, എൻ്റെ ഭർത്താവ് ഒന്നിനും കൊള്ളൂലെന്ന്, ഇതാ ഈ ഡ്രസ്സ് ഉണ്ടോ, ഓരെടുത്താ ഒരു കോലും ഇല്ല, കണ്ടോ, TV ഉണ്ടോ പുരയില് വൈഫൈ ഉണ്ടോ, എന്തെങ്കിലും സാധനം ഉണ്ടോ? നമ്മൾ ഭർത്താവിനെ മക്കളെ മുമ്പിൽ വെച്ച് ഏറ്റവും തരം താഴ്ത്തുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഭാര്യമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മളെ ഭർത്താവിനൊരു വീട്ടിലൊരു അധികാരമുണ്ട്. അർറിജാലൂന ഖവ്വാമൂന അലന്നിസാ, പുരുഷന്മാർക്കൊരു ചെറിയൊരു ആധിപത്യമുണ്ട് വീട്ടിൽ. സ്ത്രീകൾ അടിച്ചമർത്തുക എന്നതല്ല, അവർക്കൊരു അധികാരമുണ്ട്, ഒരു കടിഞ്ഞാനുണ്ട്. ആ കടിഞ്ഞാൻ നിങ്ങൾ പൊട്ടിച്ചു കളയരുത്. നിങ്ങളെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാന്യതയോടുകൂടി, മക്കളുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഉപ്പ എന്ന കടിഞ്ഞാൻ, ഉമ്മ എനിക്കൊരു 500 റുപ്യാണോ, ഉപ്പാനോട് ചോദിക്കി. ആ ഒരു കടിഞ്ഞാൻ നിങ്ങൾ പൊട്ടിക്കരുതേ. ഉമ്മ എനിക്കിന്നൊരു സ്ഥലത്ത് പോകണം, അതാ ഉപ്പാനോട് ചോദിക്കേ, ഫോൺ വിളിച്ച് ചോദിക്കേ. അങ്ങനെ ഒരു കടിഞ്ഞാൻ നിങ്ങൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ആ കടിഞ്ഞാൻ പൊട്ടാത്ത കാലത്തോളം നിങ്ങളെ വീട് ഏറ്റവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ച ആയിഷാ ബീവി പറയുന്നു, എനിക്ക് ആർത്തവമായ സമയങ്ങളിൽ പോലും അവിടുത്തെ മടിയിൽ എന്നെ തലചായ്ച്ച് കിടത്തി എനിക്ക് ഖുർആൻ പാരായണം ചെയ്തുമായിരുന്നു, കഥകൾ പറഞ്ഞു തരുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നെല്ലാം കേൾക്കും. ആലോചിച്ച് നോക്ക്, ഇസ്ലാമിന്റെ ഒരു സർഗാത്മകത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല മാന്യനായ ആള്, നിങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമൻ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്ന പുരുഷനാണ്. നേരെ തിരിച്ച് ലോകത്തെ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട ഭർത്താവിന് മുമ്പിൽ ഭാര്യയെ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കൽപ്പന ഇല്ല. അള്ളാഹുവിന് മാത്രമേ സുജൂദുള്ളൂ, അവന് മാത്രമേ കുമ്പിടാവൂ എന്നതുകൊണ്ട് അത് ഞാൻ കൽപ്പിക്കുന്നില്ല. ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നമ്മുടെ വീടിൻ്റെ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ സ്നേഹത്തോടുകൂടി സ്വീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവനോട് ഏറ്റവും മാന്യമായി പെരുമാറി, നിങ്ങളുടെ പുഞ്ചിരിയിൽ, നിങ്ങളുടെ സ്നേഹത്തലോടലിൽ, നിങ്ങളുടെ വാക്കുകളിൽ സമാധാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ അൽഹംദുലില്ലാ ആ വീട് വിജയിക്കും. നിങ്ങൾക്കെല്ലാം പറയാം, ഗ്യാസിൻ്റെ വർത്തമാനം, പണത്തിൻ്റെ വർത്തമാനം, വിദ്യാഭ്യാസത്തിൻ്റെ വർത്തമാനം, വീട്ടിലെ സാധനത്തിൻ്റെ വർത്തമാനം എല്ലാം പറയേണ്ടത് കയറി വരുമല്ല.
അദ്ദേഹം നല്ലൊരു സമയം കിട്ടുമ്പോൾ നമുക്ക് പറയാം, നോക്ക് ഗ്യാസ് തീർന്നിട്ടുണ്ടേ, ഉള്ളി തീർന്നിട്ടുണ്ട്, മഞ്ഞൾ കുറച്ചുകൂടിയേ ബാക്കിയുള്ളൂ, വെളിച്ചെണ്ണ കുറച്ചും കൂടിയേ ബാക്കിയുള്ളൂ, നമുക്ക് പറയാം. അതൊക്കെ പറയാനൊരു അവസരമുണ്ട്. ആ അവസരത്തിൽ ഭർത്താവിനോട് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും അത് മേടിച്ചു തരും. ഈ കല്യാണത്തിന് അല്ലെങ്കിൽ ഈ പെരുന്നാളിന് ഭർത്താവിൻ്റെ അടുത്ത് പണമൊന്നുമില്ല, നമ്മളെന്നാ പറയണ്ടേ, ഇക്കാക്ക എനിക്ക് പെരുന്നാളൊന്നും വേണ്ട. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ പറയോ എനിക്കൊന്നും വേണ്ട പെരുന്നാൾക്ക് എന്ന്? അങ്ങനെ പറയുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മളെ ഭർത്താവിൻ്റെ ആ സ്ഥിതി നോക്കി, സാമ്പത്തിക സ്ഥിതി നോക്കി നമ്മളൊരു വർത്തമാനം പറഞ്ഞാൽ അതായിരിക്കും ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. എന്നാലും ഭർത്താവ് എവിടെന്നെങ്കിലും കടം മേടിച്ചെങ്കിലും നിങ്ങൾക്ക് മേടിച്ചു തരും. ആ ഭർത്താവിനോട് മാന്യമായി, നോക്ക് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഉഷാറായിട്ടോ, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഏതോ വഴിയിലൂടെ പോയിരുന്നേനെ. നേരെ തിരിച്ചു ഭർത്താവ് ഭാര്യയോട്, നോക്ക് നീ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഈ 6 മക്കളെ എനിക്ക് സമ്മാനിച്ചത്, എൻ്റെ വീട് സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവളെ, നീ വന്നതിന് ശേഷമാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും നന്നായി എന്താണോ ഭർത്താവിന് വേണ്ടത്, ഫോണിൻ്റെ മൊബൈലിൽ ഫുൾ ചാർജ്, ചെരുപ്പൊക്കെ തുടച്ചു വെച്ച്, മുണ്ടൊക്കെ ഷർട്ടൊക്കെ ഇസ്തിരി ഇട്ട് വെച്ച് കൊടുത്തുകൊണ്ട് എല്ലാം റെഡിയായി ഭർത്താവിനെ പറഞ്ഞേക്കുന്ന, ഭർത്താവിൻ്റെ കണ്ണട കണ്ണിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട്, തലേന്ന് ഭർത്താവിൻ്റെ ഷർട്ടലക്കുമ്പം കിട്ടിയ പണം ഭർത്താവിനെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട്, ഇതാ നിങ്ങളെ ഷർട്ടിന്റെ കീശയിൽ നിന്ന് ഒരു 500 രൂപ കിട്ടിയിട്ടുണ്ട്, ഇതാ. പെണ്ണുങ്ങൾ പരസ്പരം പറയും ഓലൊക്കെ കൊടുക്കും, ഞാള് ആകെ കിട്ടുന്നൊരു പൈസയാകുന്നു, നിങ്ങൾ വെറുതെ അതും കൊള്ളാക്കണ്ടാന്ന്. എന്നാലും ഭർത്താവ് ഇഞ്ഞി പിടിച്ചോന്ന് പറയും. അങ്ങനെ എല്ലാം കൊടുത്തുകൊണ്ട് അവസാനം പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം കൂടി കൊടുത്തുകൊണ്ട്, മാഷാ അല്ലാഹ്, നോക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഈ വാഹനത്ത് പോകുമ്പോ, ഈ 2 വീലറിൽ പോകുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പ്രിയപ്പെട്ടവനെ, ഞാനും എൻ്റെ മക്കളും അനാഥരായി പോകും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. വല്ലാത്തൊരു വാക്കാണത്. ഭർത്താവിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, പക്ഷേ ഭാര്യയുടെ മുമ്പിൽ നിന്ന് കരയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് കരയുന്നില്ല എന്ന് മാത്രം ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. ഭർത്താവ് അങ്ങ് കീഞ്ഞേരം ഒന്നുകൂടി പിടിച്ചു വലിച്ചു പറഞ്ഞു, നോക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ സമ്പാദിക്കുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു മണി അരി ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എൻ്റെ പ്രാണേശ്വര, ഹലാല് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാട്ടോ. ഹറാമിൻ്റെ ഒരു അംശം ഈ വീട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഞാനും എൻ്റെ മക്കളെയും തീറ്റിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരരുതേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് പറഞ്ഞ് കൈകൊടുത്ത് സലാം ചൊല്ലി പറഞ്ഞയക്കുന്ന ഒരു ഭർത്താവ് വഴിതെറ്റുമല്ല. അദ്ദേഹം വേറെ ആളെ സ്നേഹം കൊതിച്ച് പോവുമല്ല. ആ ഭാര്യയുടെ സ്നേഹം, ആ ഭാര്യയുടെ ചിന്ത മാത്രമായിരിക്കും ആ ഭർത്താവിൻ്റെ ഉള്ളു നിറക്കുന്നത്. അങ്ങനെയുള്ളൊരു കുടുംബജീവിതം, അത് വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ കുടുംബജീവിതമാണ് സന്തോഷകരമാകേണ്ടത്. പ്രിയപ്പെട്ട ഉസ്താദ് യൂസുഫ് തങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മനോഹാരിത ഞങ്ങളിങ്ങനെ, ഞാനും അബൂബക്കർക്ക് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. ഏറ്റവും നല്ലൊരു മനുഷ്യൻ, നല്ലൊരു മാന്യനായ മനുഷ്യൻ, മനസ്സിന്റെ ഉള്ളിൽ നിഷ്കളങ്കത, എല്ലാവരെയും സ്നേഹിക്കുന്ന നിലാവ് പോലെ. ഞാൻ വിചാരിക്കും നിലാവ് എന്നെയാണ് നോക്കുന്നത്, എനിക്കാണ് വെളിച്ചമേകുന്നത്. അതേപോലെയുള്ളൊരു മനുഷ്യൻ പ്രിയപ്പെട്ട യൂസുഫ് തങ്ങൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മുള്ളിനെ പോലൊരു ഉറുമ്പിനെ പോലും നോവിക്കാതെ, ഭൂമിക്കൊരു ഭാരമില്ലാതെ നടക്കുന്ന ഒരു മനുഷ്യൻ. 43 വർഷം നമ്മുടെ ഈ മഹല്ലിൽ ഒരാള് സ്ഥിരമായി ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കുടുംബജീവിതത്തിലുള്ള ഊഷ്മളതയാണത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. നമ്മളെ പ്രിയപ്പെട്ട മക്കള്, നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും, അവരോട് നിങ്ങൾ കാണിക്കുന്ന കുടുംബജീവിതത്തിന്റെ ഏറ്റവും മനോഹാരിത, ഏറ്റവും നല്ല സ്വഭാവം, അതായിരുന്നല്ലോ പ്രവാചകന്റെ സ്വഭാവത്തിന്റെ ഗുണം. അഹ്സനുൽ അഖ്ലാഖ്. അത്രയൊന്നും നമുക്കായില്ലെങ്കിലും ഏറ്റവും നല്ല സ്വഭാവം, ഇതാണ് നമ്മൾ ഇന്ന് ആദരവ് കൊടുക്കുന്ന യൂസുഫ് സാഹിബിൽ നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ, സത്യസന്ധതയുടെ ആൾരൂപം. മനുഷ്യർക്ക് ഏറ്റവും നന്നായി അദ്ദേഹത്തെ കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കുമ്പോ, അദ്ദേഹത്തിന്റെ ഒരു ഇരുത്തത്തിൽ 1-2 പേര് പറയുന്നൊരു ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അവസരത്തിലൊക്കെ സ്വീറ്റ്സ്, മധുരങ്ങളൊക്കെ കിട്ടും, ലഡു പോലത്തെ, ജിലേബി പോലത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം ആ ലഡുവൊക്കെ അദ്ദേഹം തിന്നില്ലെങ്കിലും ഗ്രൗണ്ടിലൂടെ അതിങ്ങനെ പൊട്ടിച്ച് അവിടെ ഇങ്ങനെ ഇടും. എന്തിന്? അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഇടുന്നത്?
അത് ഉറുമ്പുകൾക്ക് ഭക്ഷണമായി കൊണ്ടാണെന്ന് പറയാറുണ്ട്. അത്രയേറെ ആത്മീയപരമായി ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ മാത്രം ആഗ്രഹിക്കുന്ന, നല്ലത് മാത്രം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് നിങ്ങൾ കൊടുക്കുന്ന ആദരവ്, ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്ഥിരം പരിപാടിയുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം ഇതുപോലെ ഉസ്താദന്മാരൊക്കെ ഈ ലോകത്ത് വിട പറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ ആദരവ് കൊടുക്കാറ്. വലിയ ആദരവും വലിയ വർത്തമാനങ്ങളൊക്കെ, വായിൽ കൊള്ളാത്ത വർത്തമാനങ്ങളൊക്കെ നമ്മൾ പറയാറ് അദ്ദേഹം ഈ ലോകത്ത് വിട പറഞ്ഞു പോകുമ്പോഴാണ്, അവര് ഈ ലോകത്ത് വിട പറഞ്ഞു പോകുമ്പോഴാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ 43 വർഷക്കാലം ഈ നാടിൻ്റെ അറിവിന്റെ വേദിയിൽ, ദീനി വിദ്യാഭ്യാസത്തിന്റെ വേദിയിൽ നമ്മൾ ഒരു വലിയ സമ്മാനം, ഒരു ആദരവ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാവരും ആവാഹിച്ചെടുക്കേണ്ടതുണ്ട്. അത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ കാഴ്ചവെച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ സാദിഖ് അലി തങ്ങളുടെ കാർമ്മികത്വത്തിൽ, സാദിഖ് അലി തങ്ങളുടെ കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും ഉസ്താദന്മാരും സാദാത്യങ്ങളും സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, മതരംഗത്തെ വ്യത്യസ്ത തലങ്ങളിൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദിന് കൊടുക്കുന്ന, തങ്ങൾക്ക് കൊടുക്കുന്ന, സയ്യിദർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം, വിജയം വിളംബരം ചെയ്യുമി പൂവാടിയിൽ വീണ്ടും ഇന്നണയുമ്പോൾ ഓർമ്മകൾ പൂക്കുന്നെന്നിൽ. അല്ലേ, ആ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ച ഓരോ വാക്കും, പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒന്ന് ഓർമ്മിച്ച് നോക്ക്. അന്ന് നമുക്ക് ആദ്യം പഠിപ്പിച്ചത്, നമ്മൾ മൂക്കിൽ ഇങ്ങനെ ഒലിച്ച് ആകെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് കരഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഉസ്താദ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് തോളോട് തോളുരുമ്മി നമ്മളെ കെട്ടിപ്പിടിച്ചത് ഓർമ്മയുണ്ടോ? വിജയം വിളംബരം ചെയ്യുമി പൂവാടിയിൽ വീണ്ടും ഇന്നണയുമ്പോൾ ഓർമ്മകൾ പൂക്കുന്നെന്നിൽ. എത്രയോ വിദ്യാർത്ഥികൾ വിജ്ഞരായി വളർന്നൊരി അത്രയും പ്രിയപ്പെട്ട പൂവനം വളർന്നു പോയി. അറിവിൻ സങ്കേതത്തിൽ വന്നു ചേർന്നവർ പിന്നെ അക്ഷരച്ചിറകേന്തി കൂടുവിട്ടകന്നുപോയി. അവരൊക്കെ കൂടുവിട്ടു പോയിട്ടും അബൂബക്കർ സാഹിബിനെ പോലത്തെ ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ പോലെ ആൾക്കാരൊക്കെ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഉത്തുംഗതയിൽ വിഹരിക്കുമ്പോഴും യൂസുഫ് ഉസ്താദ് എന്ന് പറയുമ്പോൾ അവരങ്ങ് പത്തി മടക്കുന്നു, അവരിരുന്നു പോകുന്നു. എന്തുകൊണ്ട്? ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദാണത്. 43 വർഷം ഞങ്ങളുടെ നാടിൻ്റെ നെറുകയിൽ നിന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന വരുന്നു, കണ്ണൊന്ന് നിറയുന്നു. ആ നിറച്ചിൽ സന്തോഷാശ്രുവഴിക്കുന്ന നിറച്ചിലാണ്. മാഷാ അല്ലാഹ്. ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ലഹരി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. ഇതൊക്കെയായിരിക്കണം നമ്മുടെ ലഹരി. യുവാക്കളും യുവതികളും ഈ നാടിന്റെ മേമുണ്ടയുടെ നാനാഭാഗങ്ങളിൽ ഈ മദ്രസയിൽ നിന്ന്, ഈ ദീനീ സ്ഥാപനത്തിൽ നിന്ന് വളർന്നു പോയ, പഠിച്ചു പിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരൊക്കെ ഇന്നും നാടിനേകുന്ന, നാട്ടുകാർക്കേകുന്ന, പ്രിയപ്പെട്ടവർക്കേകുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയത്തിനുള്ളിൽ ചേർത്ത് വെക്കുന്ന നന്മകളുണ്ടല്ലോ, ധാർമ്മിക ബോധമുണ്ടല്ലോ, സാംസ്കാരിക തനിമയുണ്ടല്ലോ, അതൊക്കെയും ഈ മദ്രസയുടെ ഔട്ട്പുട്ടാണ്, ഈ മദ്രസയുടെ സംഭാവനയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഒരു മുസ്ലിമായൊരു മനുഷ്യൻ, ഒരു മുസ്ലിമായ നല്ലൊരു വ്യക്തി ഭൂമിയിൽ ജനിക്കുക എന്ന് പറയുന്നത് വീടിന് മാത്രമല്ല, മാതാപിതാക്കൾക്ക് മാത്രമല്ല, ആ നാടിന് മാത്രമല്ല, ആ മഹല്ലിന് മാത്രമല്ല, ആ പള്ളിക്ക് മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവൻ ഏറ്റവും മാതൃകയായ ഒരു മനുഷ്യനായി അദ്ദേഹം മാറും. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഇടപെടലിലും എല്ലാത്തിലും മാതൃകായോഗ്യനായൊരു ഒരാളായി മാറും. ഉമ്മമാരാണ് ഈ സദസ്സിൽ കൂടുതലുള്ളത്. നവാസ് പാലേരി എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ കോടി വരുന്ന ആ വിഷയവും ആ ചിന്തയും പ്രിയപ്പെട്ട ഉമ്മയാണ്, പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അല്ലേ, നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഉമ്മാക്കിപ്പോൾ സുഖാണ്, മൂത്ത മോളെ വരയിലുള്ളത്. ഉമ്മാക്കിപ്പോൾ സുഖാണ്, മൂത്ത മോളെ വരയെന്ന് മൂത്ത കേട്ടന്റെ വരയിലേക്ക് വരും. അങ്ങനെ 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 ഉമ്മാനെ ചെസ് കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയച്ച് നമ്മൾ പറയാറില്ലേ, ഉമ്മ ഇപ്പം എൻ്റെ കൂടിയാ, ഉമ്മ ഇപ്പം എൻ്റെ കൂടിയാന്ന്. ഉമ്മാക്കത് സഹിക്കുമല്ലോ കേട്ടോ. ഉമ്മ ഇപ്പം എൻ്റെ കൂടിയാണ്, ഞാൻ ഉമ്മാൻ്റെ കൂടെ എന്നല്ല, ഉമ്മ ഇപ്പം എൻ്റെ കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഉമ്മാൻ്റെ ആ തറവാട്ടിൽ ആ റൂമുണ്ടല്ലോ, ഉമ്മ കിടന്നുറങ്ങുന്ന ആ കട്ടിലുണ്ടല്ലോ, ഉമ്മാൻ്റെ ആ കൊച്ചു അലമാരയുണ്ടല്ലോ, ഉമ്മ ചവിട്ടുന്ന ആ കൊച്ചു ചെരുപ്പില്ലേ, ഉമ്മാക്ക് സൗകര്യത്തിൽ പോകാനുള്ള ആ കുഞ്ഞു ബാത്റൂം, അതാണ് ഉമ്മാൻ്റെ ലോകം. അതാണ് ഉമ്മാൻ്റെ പ്രിയപ്പെട്ട ലോകം.
നമ്മൾ പറയുന്ന എന്താ? മൂത്ത ജ്യേഷ്ഠൻ പറയുന്നത് ഉമ്മാക്ക് ഇപ്പൊ ഇവിടെ വരാൻ താല്പര്യമില്ല. എടോ, എനിക്കാണ് താല്പര്യക്കുറവ്, ഇഞ്ച ഭാര്യക്കാണ് താല്പര്യക്കുറവ്, ഇഞ്ച മക്കൾക്കാണ് താല്പര്യക്കുറവ്. ഉപ്പാക്കൊരു താല്പര്യക്കുറവില്ല, ഉമ്മാക്കൊരു താല്പര്യക്കുറവില്ല. നോക്ക്, പ്രിയപ്പെട്ട ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കണേ നമ്മൾ. എന്താണെന്നറിയോ? അവർക്ക് ആരുമില്ല, നമ്മളേ ഉള്ളൂ. നമ്മൾ കൂടി കൈയൊഴിഞ്ഞാൽ, ഉപ്പാനെയും ഉമ്മാനെയും നമ്മൾ കൂടി കൈയൊഴിഞ്ഞാൽ പിന്നെ ആരാ അവരെ സ്നേഹിക്കാനും അവരുടെ വാക്കുകൾ കേൾക്കാനും അവരുടെ കുസൃതിയും കുറുമ്പും അയവറക്കാനും ആരാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? നോക്ക്, പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ്. അവരില്ലായിരുന്നുവെങ്കിൽ നമ്മളില്ലായിരുന്നു. ഊണില്ലാതെ ഉറക്കില്ലാതെ എല്ലാം നമുക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ജന്മത്തിന്റെ പേരാണ് ഉപ്പയും ഉമ്മയും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനിപ്പോഴും പല സ്ത്രീകളെയും നോക്കുമ്പോൾ എനിക്കിങ്ങനെ സങ്കടം വരാറുണ്ട്. 10 മാസം ഇങ്ങനെ പള്ളയും വീർപ്പിച്ച് നടന്ന് ഒന്ന് കിടക്കാൻ പറ്റുന്നില്ല, തിരിഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, മറിഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. പഠിച്ചോനെ, ഛർദി, ക്ഷീണം, പ്രയാസം. ആർക്ക് വേണ്ടി? ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു അത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. പ്രയാസത്തിന് മേൽ പ്രയാസം. ഒരു പ്രയാസമല്ല, അത് അറബി അറിയുന്നവർക്കറിയാം. വഹനൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഉമ്മ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ഒരേ സമയത്ത് ശരീരത്തിലെ മുഴുവൻ എല്ലുകളും പൊട്ടുന്ന വേദന. എല്ലുകൾ ഒന്നായി പൊട്ടുക മരണവേദനക്ക് തുല്യമായ വേദന എന്ന് പറയുമ്പോ, പക്ഷെ ഉമ്മാക്കതൊരു പ്രശ്നമില്ലല്ലോ. ഉമ്മക്കും ബാപ്പക്കുമായിരമായിരം ഉമ്മയും കൊണ്ടിങ് വരുമല്ലോ. ഉല്ലാസ കൈത്തിരി കത്തിച്ചു വെക്കുവാൻ ഉണ്ണിക്കിടാവൊന്ന് വരുമല്ലോ. എൻ്റെ മോനിങ് വരും, എൻ്റെ മോളിങ് വരും. നോയിക്കോ, അവനിങ് ഉഷാറാവും, അവനൊരു ഉസ്താദാവും, അവനൊരു നല്ല മാന്യനായ മനുഷ്യനാവും. അവൻ എന്നെ നോക്കുന്ന, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കുന്ന, ഈ വീട് നോക്കുന്ന, ഈ മഹല്ല് കയ്യാളുന്ന ഒരാളായി മാറും. ഉമ്മാൻ്റെ സ്വപ്നം അതാട്ടോ. ആ സ്വപ്നത്തെ നിങ്ങൾ ഹനിച്ചു കളയരുത്, ആ സ്വപ്നത്തെ നിങ്ങൾ ഇല്ലാതാക്കി കളയരുത്. രാത്രി നമ്മളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ഉമ്മയുപ്പയും പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ ചെവിയോർക്കാറുണ്ടോ? ഉമ്മ ഉപ്പാനോട് പറയുന്നു, നോക്ക് നമ്മളെ മക്കൾക്ക് നമ്മളെ മടുത്തു എന്നാ തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ? ഇന്നലെ ഞാൻ ബാത്റൂമിൽ പോയൊന്ന് മൂത്രമൊഴിച്ചപ്പോ മോള് വന്ന് പറയാ, മോന്റെ ഭാര്യ വന്ന് പറയാ, ബാത്റൂം അല്ലാതെ വാസനിക്കുന്നു. നമ്മളിപ്പോ ഒരു അധികപ്പറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ പറയും, ഭർത്താവ് പറയും, നേരാ എനിക്കും തോന്നുന്നുണ്ട്. മക്കളൊക്കെ നമ്മളടുത്ത് വന്ന് കളിക്കുമ്പോൾ നേരെ മോന്റെ ഭാര്യ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോയാ, എന്താ ഉറങ്ങുന്നില്ലേ? പഠിച്ചോനെ, എത്രയും നേരത്തെ ഞങ്ങളൊന്ന് മരിപ്പിച്ച് കിട്ടിയാൽ മരിച്ചു പോയായിരുന്നു. പഠിച്ചോനെ, പരസ്പരം അവര് എങ്ങാനിങ്ങനെ പ്രാർത്ഥിച്ചു പോയാൽ, പരസ്പരം അങ്ങനെ സംസാരിച്ചു പോയാൽ പിന്നെ ഈ മുഖത്ത് മീശയും വെച്ച് നടന്നിട്ടൊരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഉമ്മ എന്ന് പറയുന്ന ആ രണ്ടക്ഷര പൊരുൾ, ഉപ്പ എന്ന് പറയുന്ന ആ സ്നേഹവായ്പ് ഈ ആകാശത്തോളം ഭൂമിയോളം വിശാലമാണ് അതിൻ്റെ അർത്ഥതലം. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സഹനത്തിൻ പൊരുളാണ്. വേദനയുടെ അവസാനത്തെ വാക്ക്, സഹനത്തിന്റെ, വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ അവസാന വാക്ക് മാ മാ ഉമ്മ ഉമ്മ. 1000 വട്ടം വീട്ടിൽ മുഴങ്ങുന്ന ഒരു നാമം ഉമ്മ 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 ഉമ്മ. പക്ഷേ പ്രയാസത്തിന്റെ, പ്രശ്നത്തിന്റെ ഏതെങ്കിലും ഒരു തരി ആ ഉമ്മാന്റെ മുഖത്ത് കണ്ടിട്ടുണ്ടോ? നമ്മൾ എത്ര വാക്ക് പറഞ്ഞാലും, എത്ര വിളിച്ചാലും, മോനെ ഉമ്മ അതെന്താ ഉമ്മ, അത് തത്തയാ മോനെ, ഉമ്മ അതെന്താ ഉമ്മ, അത് കാക്കയാണ് മോനെ. ഉമ്മാക്ക് വേണ്ടി മാത്രം, മക്കൾക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ഒരു ജീവിതം. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. അല്ലെ? വീട്ടിൽ ഉപ്പയുമ്മയില്ലെങ്കിൽ ഒരു പ്രയാസം തന്നെയാണ്. ഉമ്മയിങ്ങി വന്നാലോ, ഉപ്പയിങ്ങി വന്നാലോ പിന്നെ ഒന്നും വേണ്ട നമുക്ക്. പിന്നെ സർവ്വസമ്പാദ്യത്തെക്കാളും ഉയർച്ചയിൽ പ്രിയപ്പെട്ട ഉമ്മ വരും. ഉമ്മാന്റെ ഒരു തലോടൽ, ഉമ്മാന്റെ ഒരു നല്ല വാക്ക്, ഉമ്മാന്റെ ഒരു പുഞ്ചിരി, അത് മതി ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ
അന്ന് മുതൽ പെരുന്നാളാണ്. എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി തന്ന്, ആ വയറിലേക്ക് വേണമെങ്കിലും നമുക്ക് വേണ്ടി വിളമ്പി തന്ന്, രാത്രികാലങ്ങളിൽ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച്, അന്നെങ്ങാൻ നമ്മളെ പൊതിഞ്ഞ ആ തുണിയെങ്ങാൻ നമ്മളെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയിരുന്നുവെങ്കിൽ നമ്മൾ മരിച്ചുപോയേനെ. ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാലെങ്ങാൻ നമ്മളെ മൂക്കിലായി പോയിരുന്നുവെങ്കിൽ നമ്മൾ മരിച്ചുപോയേനെ. പക്ഷേ ഉമ്മാന്റെ ശ്രദ്ധ, ഉമ്മാന്റെ സൂക്ഷ്മത, ഉമ്മാന്റെ കരുതിവെപ്പ്, ഉമ്മാന്റെ ഹൃദയം തൊട്ട പ്രാർത്ഥന ഉണ്ടല്ലോ, അതാണ് ഞാനും നിങ്ങളും, അതാണ് ഈ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉമ്മ നിങ്ങൾ സ്നേഹിക്കാൻ മറക്കരുതേ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് കല്യാണത്തിൻ്റെ ആദ്യ രാത്രി ഞാൻ പറഞ്ഞൊരു കാര്യം, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ഉമ്മാനെ സ്നേഹിക്കണേ. കാരണം 30 വർഷമായി എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു പോയെങ്കിലും എന്നെ വളർത്തി വലുതാക്കിയത്, എന്നെ ഇന്ന് ഈ രൂപത്തിലാക്കിയത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, എൻ്റെ കല്ലിന് കഷമായ ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മാനെ നീ സ്നേഹിക്കണേ. ഞാൻ ആദ്യമായി ഭാര്യനോട് പറഞ്ഞൊരു കാര്യമാണ്. ഇന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മാൻ്റെ കവളത്ത് ഉമ്മ കൊടുത്ത് കഥകൾ പറഞ്ഞ് കവിതകൾ ചൊല്ലി കുസൃതിയും കുറുമ്പും പറഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഉമ്മാൻ്റെ മനസ്സിൽ, പഠിച്ചോനെ ഞാൻ ഒരു വിധവയായി പോയത് കൊണ്ടല്ലേ എന്നൊരു ചിന്ത ഉമ്മാൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മാനെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ എത്ര ഉന്നതിയിലെത്തിയാലും, നിങ്ങൾ എത്ര ഉയരത്തിലാണെങ്കിലും, എത്ര സമയമില്ലെങ്കിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നിങ്ങൾ ഉയർന്നതാണെങ്കിലും, ഉമ്മയുപ്പ എന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഉമ്മ ഉപ്പ എന്ന ആ വിളിയിൽ നിങ്ങൾ സ്വർണ്ണസ്ഫുടം ചെയ്യണം. അതുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കണ്ടുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ അള്ളാഹുവിനറിയാം ഇവിടെ പെരുകുമെന്ന്, മക്കളെ ചവിട്ടി പുറത്താക്കുമെന്ന് പടച്ചോനറിയാം, മക്കളെ പ്രിയപ്പെട്ട ഉമ്മാനെ തീയിലിട്ട് കൊല്ലുമെന്ന് പ്രിയപ്പെട്ട അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരായത്ത് പറഞ്ഞത്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ഒരായത്ത് അല്ലേ? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മാതാപിതാക്കളോട് നന്മയോടുകൂടി നിങ്ങൾ വർത്തിക്കണം, അവരോട് നിങ്ങൾ നല്ലത് മാത്രം പറയണം, നല്ലത് ചിന്തിക്കണം, നല്ലത് പ്രവർത്തിക്കണം, അവർക്ക് വേണ്ടി നന്മയോടുകൂടി നിങ്ങൾ ജീവിക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ വളരുമ്പോൾ, നമ്മൾ ആരോഗ്യം കൂടുമ്പോൾ, നമ്മളെ സൗന്ദര്യം കൂടുമ്പോൾ, നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ, ഉപ്പാന്റെയും ഉമ്മാന്റെയും സൗന്ദര്യം കുറഞ്ഞ് 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 കണ്ണൊക്കെ ഉള്ളിലേക്ക് തള്ളി, മുടിയൊക്കെ നരച്ച്, എല്ലൊക്കെ ആകെ മെലിഞ്ഞൊട്ടിയൊരു ശരീരം, ആർക്കും വേണ്ടാത്തൊരു ചരക്ക്, ആർക്കും വേണ്ടാത്തൊരു സ്ഥാപനമായി ഉപ്പയും ഉമ്മയും മാറുന്നൊരു സമയമുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കൂ, നിങ്ങൾ എന്ത് പറഞ്ഞാലും എല്ലാം കേൾക്കും, ശിരസാ വഹിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരോട് നിങ്ങൾ ചേ എന്നൊരു വാക്ക് പോലും പറയല്ല കേട്ടോ. അവർക്ക് സഹിക്കുമല്ലത്, ജീവിതത്തിൽ ഹൃദയം പൊട്ടാൻ അത് മതി. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കുകയുമരുത് കേട്ടോ. ഇതൊരു മനോഹരമാണ് ആ വാക്ക്. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് നിങ്ങൾ മാന്യമായിട്ടേ പെരുമാറാവൂ. ഉമ്മ ഉപ്പ എന്ന വിളിയിൽ നിങ്ങൾ ജീവിതത്തിൽ എന്ത് ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും ഉമ്മാന്റെ ഒരു പൊരുത്തം, ഉപ്പാന്റെ ഒരു സന്തോഷം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വണ്ടിയുടെ മുൻ സീറ്റിൽ ഉപ്പയും ഉമ്മയും, വീട്ടിലൊരു കുറ്റിയടിക്കൽ ചടങ്ങിൽ ഉമ്മാന്റെ കൈ ആദ്യം, ഉപ്പാന്റെ കൈ ആദ്യം. വീട്ടിലെ ഭക്ഷണ ഹാളിൽ ഉമ്മാന്റെ വായിലേക്ക് ഉപ്പാന്റെ വായിലേക്ക് ഒരു ചോറിന്റെ ഉരുള, ആദ്യത്തേതെല്ലാം ഉപ്പാക്കും ഉമ്മാക്കും. ഉമ്മ ഉപ്പ ഭാര്യകൾക്ക് അറിയണം, മക്കൾ അറിയണം, എൻ്റെ ഹൃദയം, എൻ്റെ സ്നേഹം മുഴുവൻ ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കുകയുമരുത്, മാന്യമായി പെരുമാറണേ. പോരാ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ ചിറകുകൾ അവർക്ക് നേരെ വിരിച്ചു കൊടുക്കണേ. നിങ്ങൾ ഇതൊരു മനോഹരമാണ് ഖുർആന്റെ ആ വാക്യം. എന്തൊരു മനോഹരമാണ് ആ വാക്യം. തീർന്നില്ല. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പഠിച്ചോനെ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ, എനിക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമായത്, എനിക്ക് വേണ്ടി എല്ലാം എൻ്റെ കാഷ്ടത്തിലും മൂത്രത്തിലും എത്രയോ കാലം വളർന്നതാണ്, ജീവിച്ചതാണ്. അതുകൊണ്ട് ഈ ഉമ്മാനെയും ഉപ്പാനെയും എന്നെ വളർത്തിയതുപോലെ, എനിക്ക് വേണ്ടി പരിചരണം നടത്തിയതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനെയും ഉമ്മയെ നീ വളർത്തണേ തമ്പുരാനെ എന്ന പ്രാർത്ഥന കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട, ഞാൻ ഇപ്പോഴത്തെ കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, നവാസ്ക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടത്?
എനിക്ക് 5 മക്കളാണ്. 5 മക്കളും മാനസിക രോഗികളാണ്. കാഷ്ടിക്കുന്നു, മൂത്രിക്കുന്നു, വൃത്തിയേടാക്കുന്നു, അതൊക്കെ വാരി തിന്നുന്നു, അതൊക്കെ ശരീരത്തിൽ പുരട്ടുന്നു. ആകെ ജീവിതത്തിൽ ബാത്റൂം എന്താന്ന് അവർക്ക് അറിയില്ല, തിന്നുക കുടിക്കുക എന്താന്ന് അറിയില്ല, ജീവിതത്തിൽ ഒന്നും അറിയില്ല. ഞാൻ ഇന്ന് വരെ ഒരു ആഘോഷത്തിനോ കല്യാണത്തിനോ പുരേക്കൊടിനോ പോയിട്ടില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. അൽഹംദുലില്ലാ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ മാനസിക രോഗം മാറാനല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ മക്കള് ഇനി ഉഷാറാകാൻ വേണ്ടിയല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് മാത്രമാണ്. ഇവരെ പരിചരിക്കുന്നതിനിടയിൽ, ഇവരെ വളർത്തുന്നതിനിടയിൽ, ഇവരെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ എൻ്റെ മനസ്സ് മാറാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സങ്ങ് മാറിപ്പോയാൽ, ഈ മക്കളോട് കാണിക്കുന്ന ഈ സ്നേഹവായ്പിനെങ്ങാൻ ഒരു മാറ്റം വന്നാൽ പിന്നീട് എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമല്ലാതായി തീരും. രണ്ടാമത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് വല്ലാതെ നിറഞ്ഞു പോകും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ഈ 5 മക്കളും മരിച്ചതിന് ശേഷമേ ഞാൻ മരിക്കാവൂ എന്നുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. ഉമ്മ എൻ്റെ പൊന്നുമ്മയാം, എന്നും എന്നും എൻ ജീവനാ. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോ വിലയൊന്നും തിരിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന ആളൊന്ന് കൈവെക്കും. എല്ലാവരും ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന ആരും കൊണ്ടോ ഈ കൂട്ടത്തിൽ ഒന്ന് കൈവെക്കോ? ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നവർ അൽഹംദുലില്ലാ, നിങ്ങൾ ഈ ഭൂമിയിലെ സ്വർഗത്തിലാണ്. അള്ളാഹു ആഫിയത്തിലെ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഞാനടക്കമുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ, ഉപ്പയില്ലാത്തവർ ഉമ്മയില്ലാത്തവരൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ നഷ്ടത്തിലാണ്. എന്താണെന്നറിയോ? ഉപ്പയും ഉമ്മയും വീട്ടിലെങ്കിൽ ആ വീടിന് എന്തർത്ഥമുള്ളത്, ആ വീട്ടിന് എന്ത് സന്തോഷമുള്ളത്? ഉമ്മയും ഉപ്പയും ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ അതിന്റെ വില നമ്മൾ അറിയേല. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല. എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടിച്ചോട്ടിലാണ് സുബർക്കം മൂർത്തോളിൻല്ലേ. ഉമ്മ പിരിഞ്ഞങ്ങ് പോയാൽ നമ്മളെ വീട് അനാഥായി പോവും, അഡ്രസ് ഇല്ലാത്തൊരു വീടായി പോവും. ഉമ്മ നട്ടതും ഉമ്മ നനച്ചതും ഉമ്മ നൂലിൽ കോർത്ത് വെച്ചതും ഉമ്മ അടയാളപ്പെടുത്തി വെച്ചതും ഉമ്മ ഖുർആൻ പാരായണം ചെയ്തതും ഉമ്മ നമസ്കരിച്ചതും ഉമ്മ വൈകുന്നേരം ആകുമ്പോ നമ്മളെ ഗേറ്റിന്റെ അടുത്തുള്ള 2 ലൈറ്റ് ഉണ്ടല്ലോ, അത് ഇടും. ഉമ്മാനോട് ചോദിക്കും, ഉമ്മ എന്തിനായി ലൈറ്റിങ്ങൾ ഇടുന്നത്? അത് വീട്ടിലേക്കല്ലല്ലോ മോനെ, അതുവഴി പോകുന്നവർക്ക് ഒരു വെളിച്ചം കിട്ടിക്കോട്ടെ. കാക്കയോടും പൂച്ചയോടും മരങ്ങളോടും സംസാരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, അയൽപക്കത്തെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുപ്പിയിൽ ചായപ്പൊടിയും പഞ്ചാരയും കണക്കാക്കി വിടുന്ന പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മ പോകുമ്പോണ്ടല്ലോ, ആ ഉമ്മ അങ്ങ് പോയാല് നമ്മളെ വീടങ്ങ് അനാഥായി പോകും. പ്രിയപ്പെട്ടവരെ, അന്നേരം നമ്മൾ ആഗ്രഹിക്കും ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കാനോ, ഉമ്മാനൊന്ന് കെട്ടിപ്പിടിക്കാനോ, ഉമ്മാന്റെ അടുത്തൊന്ന് പോയി കിടക്കാനോ, ഉമ്മാനോട് കളിതമാശകൾ പറയാമായിരുന്നു, ഉമ്മാന്റെ ചീത്ത പറച്ചിലെങ്കിലും ഒന്ന് കേൾക്കാമായിരുന്നു. ഉമ്മ തരാൻ ഉമ്മ കൊടുക്കാൻ ഉണ്ടൊരു പൂതിക്കുമ്മ വരില്ല. ഉമ്മയും പോയി പള്ളിക്കാട്ടിലെ 6 അടി മണ്ണറയിൽ. പകരത്തിനാരുണ്ടിവിടെ പത്തരമാറ്റൊലി തങ്കമതല്ലേ. പടി കടന്നാ പൊൻപ്രഭ പോയാൽ പിന്നൊരു നൂറെവിടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കമ്മിറ്റി ഭാരവാഹികളൊക്കെ മുഖത്തോട് മുഖം നോക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ അവക്കൊക്കെയാണ് പറഞ്ഞതാണ്, കുറച്ച് നേരത്തെ തുടങ്ങിയാൽ നമ്മളെ വിഷയമൊക്കെ അവസാനിപ്പിക്കായിരുന്നു. നമ്മൾ കുറച്ച് വൈകിട്ടാണ് തുടങ്ങിയത്. എങ്കിലും പ്രിയപ്പെട്ട ഉമ്മാനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് നിലയിലെത്തിയാലും ഏത് നിലയിലെത്തിയാലും ഉമ്മാൻ്റെ ഒരു പൊരുത്തം. ഇനി ഉമ്മയുപ്പയും മരിച്ചു പോയാന്ന് വിചാരിക്കട്ടെ, നമ്മൾ നല്ല കാലത്ത്, ഇപ്പം നമ്മൾ നല്ല കാലാണല്ലോ, ആധുനിക സംവിധാനങ്ങൾ, എല്ലാ സൗകര്യങ്ങളുണ്ട് നമുക്ക്. പക്ഷെ ഒന്നുമില്ലാത്തൊരവസരം ഉണ്ടായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത സമയത്ത് നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മയുപ്പയും അവർക്ക് ചിലപ്പോൾ ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പോലും, നന്മകൾ ചെയ്യാൻ പോലും അവസരം കിട്ടിയിട്ടുണ്ടാവുമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ, സ്വകാര്യ വേളകളിലുള്ള പ്രാർത്ഥനകളിൽ ഉപ്പാക്കുമ്മാക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. ആ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും
അവർ വാർത്തെടുത്തതാണ് നമ്മളെ ഈ ജീവിത വിശുദ്ധി. അതുപോലെ ഒരുപാട് മാതാപിതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് ഈ മദ്രസയും സംവിധാനവും എല്ലാം. അതുപോലുള്ളൊരു വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനാണ് നമ്മൾ ആദരവ് കൊടുക്കുന്നത്. പ്രിയപ്പെട്ട യൂസുഫ് ഉസ്താദിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മാതാപിതാക്കളുണ്ടല്ലോ, അവരാണ് അങ്ങനെ ഒരു ഉസ്താദിനെ ഉണ്ടാക്കിയെടുത്തത്, ജന്മം കൊടുത്തത്. അതുകൊണ്ട് ഉമ്മാന്റെ പൊരുത്തം, ഉപ്പാന്റെ പൊരുത്തം നമുക്ക് കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിച്ചു എന്ന് പറയാം. ഉമ്മാന്റെ അടുത്ത് പോയിരുന്ന് ഉമ്മാന്റെ കവളത്തൊരു ഉമ്മ കൊടുത്ത്, ഉമ്മാന്റെ തലേന്നൊരു പേനൊക്കെ കിള്ളി, ഉമ്മാന്റെ വായിലേക്ക് ഒരു മുട്ടായിന്റെ കഷ്ണം ഇട്ട് കൊടുത്ത്, ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കവളത്തൊരു ഉമ്മ കൊടുത്ത് ഉമ്മാനോട് പറയണം, ഉമ്മ ഉപ്പ നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങളൊരു ബേജാറുണ്ട് കേട്ടോ, നിങ്ങൾ ഏത് കാലം വരെ ജീവിക്കുന്നോ, എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ മരിക്കാവൂ, കാരണം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടാവുമല്ലോ. അന്നേരം തിരിച്ച് നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഒരു കവളത്തൊരുമ്മ തരും. ഉപ്പ അങ്ങനെ തന്നെ ഒരു കവളത്തൊരുമ്മ തരും. അന്നേരം ആ കണ്ണൊന്ന് നിറയും. ആ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് ഇറ്റി വീഴുമ്പോൾ അതൊന്ന് നമ്മളെ കയ്യിലാക്കിയാൽ സ്വർഗത്തിന്റെ വർണ്ണങ്ങൾ അതിൽ കാണാം. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ധന്യമായ, ഏറ്റവും പ്രിയപ്പെട്ടൊരു സന്തോഷാശ്രു നമ്മളെ കയ്യിൽ പതിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വിശുദ്ധിയും സന്തോഷവും പൊരുത്തവും അനുഗ്രഹവും അള്ളാഹുവിന്റെ മാലാഖമാരിലൂടെ നമുക്ക് കൈവരുന്നതായി കാണാം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാടോ സ്വർഗോ. കാലിന്റെ ചോട്ടിലെന്ന് പറയാൻ കാരണം കുറച്ച് പണിയെടുക്കണം നമ്മൾ. ഉമ്മാനോട് ഉപ്പാനോട് വെറുപ്പ് തോന്നും. അങ്ങനത്തെ അവസരങ്ങൾ വരും. വയസ്സാകുമ്പോൾ കുട്ടികളെപ്പോലെ കളിക്കും, കുസൃതിയും കുറുമ്പുണ്ടാകും, വാശിയുണ്ടാകും, വൈരാഗ്യമുണ്ടാകും, വെറുപ്പുണ്ടാകും, മറതിയുണ്ടാകും. പ്രിയപ്പെട്ടവരെ മനസ്സെത്തുന്നിടത്ത് പിന്നെ ശരീരത്തുവല. ആഗ്രഹിക്കാവും ആ ജനലിന്റെ പുറത്തൊന്ന് പോണെനക്ക്, ആ തെരുവിലൊന്ന് പോണെനക്ക്, എൻ്റെ മൂത്ത മോളെ പുരയിലൊന്ന് പോണം. മനസ്സാഗ്രഹിക്കും, പക്ഷെ ശരീരത്തെത്തുവല്ല. നിങ്ങൾ എത്തിക്കണം. നിങ്ങളാണ് കണ്ണ്, നിങ്ങളാണ് കൈ, നിങ്ങളാണ് കാല്, നിങ്ങളാണ് ഉപ്പാന്റെയും ഉമ്മാന്റെയും എല്ലാം. അതുകൊണ്ട് ഉയരേകിയ മാതാവിനെ മക്കളൊക്കെ എതിരിട്ടു, ഉമ്മ കാത്ത ചിന്തകളെല്ലാം പൂമക്കൾ പൂട്ടിട്ടു, വാർദ്ധക്യ സന്ധിയിലവരെ ദൂരത്തെങ്ങോ കൊണ്ടിട്ടു, വിരിയുന്ന ചിരിമലർ മുഖമിൽ മരിക്കാതെ മണ്ണിട്ടു. വൃദ്ധസദനങ്ങളിലേക്ക്, ഹോം നൈസ് എന്ന് പറയുന്ന വലിയ അഹങ്കാരത്തിന്റെ വർത്തമാനത്തിലേക്ക്, ജ്യേഷ്ഠന്റെ വീട്, അനുജന്റെ വീട്, ഉമ്മ ഉപ്പ വലിയ സന്തോഷത്തിലാണെന്ന അഹങ്കാരത്തിന്റെ വാക്കുകൾ മതിയാക്ക്. അവർക്ക് വേണ്ടത് എന്താണ് അത് നമ്മൾ കൊടുക്കണം. ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിക്കുന്ന നല്ല മക്കളെ അല്ലാഹു നമ്മളെ വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂസുഫ് ഉസ്താദ്, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ നന്മ മാത്രമേ പറയുന്നുള്ളൂ, നല്ല വർത്തമാനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം അങ്ങനെ? കാരണം മനസ്സിലൊരു വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഒരു മനുഷ്യൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്, സ്വർഗാവകാശി എന്ന് പറയുന്നത് ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത ഒരു നല്ല മനുഷ്യൻ. ഈ യൂസുഫ് ഉസ്താദിന് നമ്മൾ ആദരവ് കൊടുക്കുമ്പോൾ സഹോദരന്മാരെ ആദരവ് കൊടുത്ത് അദ്ദേഹത്തെ യാത്രയെക്കൊല്ല നമ്മൾ വേണ്ടത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങൾ, നന്മകൾ, ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കുക, അത് പകർത്തിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂസുഫ് ഉസ്താദിന് 43 വർഷം ഈ നാടിന്റെ നെറുകയിൽ, ഈ നാടിന്റെ ഹൃദയഭൂമികയിൽ നന്മയുടെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, ഒരുപാട് ഓർമ്മകളുടെ, ഒരുപാട് ദീനീ അറിവുകളുടെ മൊഴിമുത്തുകൾ, ഹൃദയമുത്തുകൾ സമ്മാനിച്ച ആ പ്രിയപ്പെട്ടവരുടെ ആദരവ് ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ധന്യതയുള്ള കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തിൽ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം ഈ നാടിന് സമർപ്പിച്ച നന്മകൾ എല്ലാം വലിയ പ്രതിഫലമാക്കി ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുമാറാകട്ടെ. ഇൻ ശകർതും ലഅസീദന്നക്കും, അള്ളാഹു കൂടുതൽ നന്മകളായി, അനുഗ്രഹമായി അദ്ദേഹത്തിന് പെയ്തു കൊടുക്കട്ടെ എന്ന്, നമുക്ക് വർഷിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായ, പിതൃതുല്യനായ, കലാരംഗത്തും എല്ലാ രംഗത്തും എന്നെ കൈപിടിച്ചു ഉയർത്തുന്ന പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബിനോടക്കമുള്ള സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്
നന്മയുടെ പൂക്കാലം, നല്ല വസന്തകാലത്തിൻ്റെ പൂക്കാലം നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട യൂസുഫ് സാഹിബിൻ്റെ ഈ ആദരവ് ചടങ്ങിൽ എല്ലാവരും ധന്യരായി ഇരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മദ്രസയിലെ ഒരുപാട് ഉസ്താദന്മാരുണ്ട് ഇതിൻ്റെ പിന്നാമ്പുറത്ത്. ഈ ഉസ്താദന്മാർക്കും ആ പ്രിയപ്പെട്ട ഉസ്താദിനും അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഈ മഹല്ലും ഇതിൻ്റെ സംവിധാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഇതിൻ്റെ ഖജാൻജിക്കും മറ്റു ഭാരവാഹികൾക്കും സാധിക്കട്ടെ. മൺമറഞ്ഞു പോയ, ഇതിന് വിത്തിട്ട, വളമേകിയ ഒരുപാട് മഹാമനീഷികളുണ്ട്, ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. സാധാരണക്കാരുണ്ട്. നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ അർവാഹുകൾ, ആത്മാക്കൾ ബർസഖിയായ ജീവിതത്തിൽ സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹുവേ, ഞങ്ങൾ പറയുന്ന ആമീൻ്റെ ഒരു പ്രതിഫലം, ഞങ്ങൾ ചെയ്യുന്ന ദുആയുടെ ഒരു പ്രതിഫലം, അതിൻ്റെ അനുരണനങ്ങൾ അവർക്ക് കൂടി സമ്മാനിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനോഹരമായ ശബ്ദ സംവിധാനം നമുക്ക് ഏകിയ ശബ്ദ സംവിധാനത്തിൻ്റെ ഉടമ, സോഷ്യൽ മീഡിയയിലൂടെ ഈ പരിപാടി ലോകമെമ്പാടും എത്തിക്കുന്ന, ഈ സ്ഥലം നമുക്ക് നൽകിയ, ഇന്നിവിടെ ഭക്ഷണം നൽകിയ എല്ലാവർക്കും, നടന്നും ഇരുന്നും കൈവിരൽ ചൂണ്ടിയും നമ്മോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എൻ്റെ കൂടെ വന്ന പ്രിയപ്പെട്ട അഷ്റഫ് കൂടിയുണ്ട്. സന്തോഷം, സ്നേഹം, എല്ലാവർക്കും നന്മ തരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.